हरे कृष्ण। जयो राधा माधवा, जयो कुंज बिहारी, जयो राधा माधवा, जयो कुंज बिहारी, जय गोपीजन वल्लभा, जयो गिरिवरदारी, जयो गिरिवरदारी, जय गोपीजनवल्लभा, जयो गिरिवरदारी, जयो गिरिवरदारी, जयो यशोदानंदना, जयो ब्रजनरंजना, जयो यशोदानंदना, जयो ब्रजनरंजना, जयो यमुनतीरवन चारी, जयो कुंज बिहारी, जयो यमुनतीरवनचारी, जयो कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे हरे राम, राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम, राम राम हरे हरे, जयो जगन्नाथ, जयो जगन्नाथ, बलदेवा जय सुभद्रा माई, जयो जगन्नाथ, जयो जगन्नाथ, बलदेवा जय सुभद्रा माई, जयो कृष्ण बलराम, जयो कृष्ण बलराम, कृष्ण बलराम, जयो कृष्ण बलराम, जयो कृष्ण बलराम, जयो कृष्ण बलराम, कृष्ण बलराम, जयो कृष्ण बलराम, जय जय प्रभुपाद, 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 जय जय प्रभुपाद, जय जय प्रभुपाद, 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 जय जय प्रभुपाद, जय जय गुरुदेव, 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 जय जय गुरुदेव, जय जय गुरुदेव, 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 जय जय गुरुदेव, नित्य गौर हरि बोल, हरि बोल, हरि बोल, नित्य गौर हरि बोल, नित्य गौर हरि बोल, हरि बोल, हरि बोल, नित्य गौर हरि बोल। हरिनाम संकीर्तन महायज्ञ की जय, हरे कृष्ण महामंत्र युग धर्म की जय, हरे कृष्ण महामंत्र जप यज्ञ की जय, श्रीला प्रभुपाद की जय, श्रील गुरुदेव जी, गौर प्रमाणित हरि, श्रीमद् भागवत भगवत पढ़ने की जय, गौर प्रमाणित हरि। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते सुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्णा।
പ്രിയപ്പെട്ട പ്രഭു സന്മാജീസ്, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 32 മുതലുള്ള ശ്ലോകമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു ശ്ലോകം ഒരു ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ ശ്ലോകം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദറിന്റെ ഭഗവത്ഗീത യഥാരം എന്നുള്ള ഭാഷ്യത്തില് അദ്ദേഹം 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരുമിച്ചാണ് ഭാവാർത്ഥം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഓക്കെ. കിം നോ രാജേന ഗോവിന്ദ, കേട്ട് പറയൂ. നോ രാജേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന ച വാ യോഗേർജീവിതേന വാ യേഷാമർത്തെ കാംക്ഷിതം നോ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഹാനി ച രാജ്യം ഭോഗാസുഖാനി ച തായിമേവസ്ഥിതാ യുദ്ധേ തായിമേവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്താ ദദാനി ച പ്രാണാം ത്യക്താ ദദാനി ച ആചാര്യ പിതാ പുത്ര ആചാര്യ പിതാ പുത്ര തദൈവ ച പിതാമഹ തദൈവ ച പിതാമഹ മാതുലാ ശാശുരാ പൗത്ര മാതുലാ ശാശുരാ പൗത്ര ശാലാ സംബന്ധിനാസ്തദാ ശാലാ സംബന്ധിജനാസ്തദാ ഏതാന്യാഹന്തുമിച്ഛാമി ഏതാന്യാഹന്തുമിച്ഛാമി ഹ്നാതോപി മധുസൂദന ഹ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജസ്യ അഭിത്രൈലോക്യരാജസ്യ ഹേതോ കിം നോ മഹീകൃതേ ഹേതോ കിം നോ മഹീകൃതേ നിഹത്യാദാർതരാഷ്ട്രാന്ന നിഹത്യാദാർതരാഷ്ട്രാന്യ കാ പ്രീതിശ ജനാർദ്ദന കാ പ്രീതിശ ജനാർദ്ദന. ഇത് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം, എല്ലാവരും ഏറ്റു പറയാം. കിം നോ രാജേന ഗോവിന്ദ കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന വാ കിം ഭോഗേർജീവിതേന വാ യേഷാമാർത്താ കാംക്ഷിതം നോ യേഷാമാർത്താ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഹാനി ച രാജ്യം ഭോഗാസുഹാനി ച തായിമേവ വസ്ഥിതാ യുദ്ധേ തായിമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സക്ത്യസ്തദാ ദദാനി ച പ്രാണാം സക്താ ദദാനി ച ആചാര്യ പിതരാ പുത്ര ആചാര്യ പിതരാ പുത്ര തദൈവ ച പിതാമഹ തദൈവ ച പിതാമഹ മാതുലാ ശാശുരാ പൗത്ര മാതുലാ ശാശുരാ പൗത്ര ശാലാ സംബന്ധിനസ്തദാ ശാലാ സംബന്ധിനസ്തദാ ഏതാന്യാഹന്തുമിച്ഛാമി ഏതാന്യാഹന്തുമിച്ഛാമി ഹനതോപി മധുസൂദന ഹനതോപി മധുസൂദന അഭിത്രൈലോക്യരാജസ്യ അഭിത്രൈലോക്യരാജസ്യ ഹേതോ കിം നോ മഹീകൃതേ ഹേതോ കിം നോ മഹീകൃതേ നിഹത്യാദാർതരാഷ്ട്രാന്ന കാ പ്രീതിശോ ജനാർദ്ദന കാ പ്രീതിശോ ജനാർദ്ദന. സൂപ്പർ. ശ്ലോകം അതിന്റെ അർത്ഥം വായിക്കാം, ഭക്തമാരായിട്ട് പറയാം. ഗോവിന്ദ കൃഷ്ണ നാ ഞങ്ങൾക്ക് രാജേന
രാജ്യം കൊണ്ട്, കിം എന്ത് പ്രയോജനം, ഭോഗേ ഭോഗങ്ങളെ കൊണ്ടും, ജീവിതേനവ ജീവിതം കൊണ്ടുപോലും, കിം എന്ത് പ്രയോജനം, നാ ഞങ്ങൾക്ക്, യേശാം അർത്ഥേ യാതൊരുവർക്ക് വേണ്ടി, രാജ്യം രാജ്യം കാക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ, ഭോഗ ഭോഗ ഭോഗങ്ങളും സുഖങ്ങളും, യേശാം അർത്ഥേ കാംക്ഷിതാനി ആർക്ക് വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ, തേ അങ്ങനെയുള്ള, ആചാര്യാഹ ആചാര്യന്മാർ, പിതരഹ പിതാക്കൾ, പുത്ര പുത്രന്മാർ, തഥാ തഥാ ഏവച അപ്രകാരം തന്നെ, പിതാമഹ പിതാമഹന്മാർ, മാതുലഹ അമ്മാവന്മാർ, ശാശുരന്മാർ, പൗത്രന്മാർ, ശ്യാല അളിയന്മാർ, തഥാ അപ്രകാരം തന്നെ, സംബന്ധിനഹ ബന്ധുക്കൾ, ഇമേ ഇവരെല്ലാവരും, പ്രാണൻ ജീവനെയും, ദദാനിച്ച ധനങ്ങളെയും, ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട്, യുദ്ധക്കളത്തിൽ, അവസ്ഥിത നിൽക്കുന്നു, മധുസൂദന മധുവിനെ ഹനിച്ചവനെ, കൃഷ്ണ ഖാനസ്തോ ആപി എന്നെ കൊല്ലുന്നവരാണെങ്കിലും, ഏതാൻ ഇവരെ, ത്രൈലോക്യ രാജ്യങ്ങൾക്ക്, ഖേതോ അപി വേണ്ടി പോലും, ഹന്തും കൊല്ലാൻ, ന ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മഹീകൃതേ ഭൂമിക്ക് വേണ്ടി, കിംനു എന്ത് പിന്നെ പറയണമോ, ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക, ധാർതരാഷ്ട്രന്മാരെ, നീ ഹത്യ കൊന്നിട്ട്, നാ ഞങ്ങൾക്ക്, കാ പ്രീതിഹി സ്യാത് എന്തു സന്തോഷമുണ്ടാകും. ഓക്കെ, വിവർത്തനം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹേ ഗോവിന്ദ, എല്ലാവരായിട്ട് പറയാം, ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം, ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, കൃത്യപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, സോശൂരർ, ശാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണിങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? അവർ എന്നെ കൊന്നാൽ ആവട്ടെ. പഴയതിൽ ഇതിലും വ്യത്യാസം ഞാൻ പറയുന്നതായിട്ട് പറയാം. അവർ എന്നെ അവർ എന്നെ കൊന്നാൽ ആവട്ടെ. ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. എന്നിട്ടാണോ ഈ ഭൂമിക്ക് വേണ്ടി ജനാർദ്ദന ധരാധരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത്
സുഖം കിട്ടാനാണ്. ഭാവാർത്ഥം A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പൊ ഭാവാർത്ഥം ഞാൻ വായിക്കാം. ഭക്തജനങ്ങൾ കേട്ട് നിൽക്കുക, കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നു അർത്ഥമുള്ള ഗോവിന്ദ പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധരിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തി അല്ല. ഏതെങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുന്നതാകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സർവ്വ ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദന്റെ ഇന്ദ്രിയ സംതൃപ്തി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യം ഉണ്ടാക്കി. മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തന്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടൽ ആണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവ്വവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചു കൂടതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നു കഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണം ആവുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വതേ ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പകവീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്തൻ അപരാധികളോട് പകവീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പുറക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഓം തത്സത് ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ ഗദാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സകഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സകല ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ
ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിശുദ്ധായ കൃഷ്ണപ്രശ്ചായ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിദിന നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദ സമേത ശ്രീ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അർജുനൻ പറയുന്ന ശ്ലോകങ്ങളാണ്. അർജുനൻ പറയുകയാണ്, ഭഗവാനെ ഹേ ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ എന്നാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിനർത്ഥം. അപ്പോ എന്റെ ഇന്ദ്രിയങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് മാറ്റി ഒരു ആനന്ദം നൽകൂ കൃഷ്ണ എന്ന ഒരു ഇൻഡയറക്റ്റ് പ്രാർത്ഥനയാണ്. കൃഷ്ണന് സഹസ്രകോടി നാമങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഗോവിന്ദ എന്നുള്ള നാമം എടുത്തു പറഞ്ഞ് ഇതുകൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഇന്ദ്രിയങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്, ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷം നൽകിയാലും എന്നാണ് ഹേ ഗോവിന്ദ എന്ന് വിളിച്ചത് കൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ്, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാജ്യം ഉണ്ടായിരുന്നിട്ട് എനിക്ക് കാര്യമില്ല. സുഖ അനുഭൂതികൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിവിധ ഭോഗങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, എങ്കിലും അതുകൊണ്ടും എനിക്ക് പ്രയോജനമില്ല. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് കൂടി ഒരു പ്രയോജനമില്ല. ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? അർജുനന് എന്താണ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്? നമുക്ക് നോക്കാം. ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണനും കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. കാരണം ഞാൻ യുദ്ധത്തിൽ ഇവിടെ വന്നു നിൽക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ വേണ്ട ഡിയർ ആൻഡ് നിയർ ഓൺസിന് വേണ്ടി ആണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, സത്യവും നീതിയും നന്മയും മുൻനിർത്തിയുള്ള ഒരു യുദ്ധത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഈ സ്വത്തും സൗഭാഗ്യങ്ങളെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലാണ് ഇതെല്ലാം പ്രദർശിപ്പിക്കേണ്ടത്. എന്നാൽ ആ ബന്ധുക്കളെല്ലാം ഇവിടെ ഏതെങ്കിലും ഒരു സൈന്യത്തിന്റെ കൂടെ ചേർന്ന് അവരുടെ സ്വത്തും പ്രാണനും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇവിടെ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും യുദ്ധം കഴിയുമ്പോൾ 2 ഭാഗത്തും ആളപായം ഉണ്ടാവും. അങ്ങനെ എൻ്റെ സ്വന്തക്കാർ ബന്ധക്കാർ എല്ലാവരും മരിച്ചു പോകുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിൽ ജയിച്ച് ഈ സ്വത്തിന്റെയൊക്കെ അധിപതിയാകുന്നത്? എനിക്കിത് ആരെ കാണിക്കാനാണ്? ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെല്ലാം ഇതാ മരിക്കാൻ തയ്യാറായി ഇവിടെ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ നാളെ ഈ യുദ്ധം ജയിച്ചിട്ടും എനിക്കെന്ത് ഗുണം? സ്വത്തും പ്രാണനും ഉപേക്ഷിക്കാൻ തയ്യാറായാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വത്തും പ്രാണനും എന്ന് പറയാൻ കാരണം, ഒരു ഗവൺമെന്റിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ സിറ്റിസണും അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകുകയാണ് ആ രാജാവിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം, ഗവൺമെന്റിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം. സ്വത്തിനും പ്രാണനും സംരക്ഷണം നൽകുകയാണ് ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. എന്നാൽ ഇവിടെ 2 പക്ഷത്തിലും നിൽക്കുന്ന സൈന്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ, സ്വന്തക്കാരായ അർജുനന്റെ ബന്ധുക്കൾ, ഈ സ്വത്തും അവർക്ക് വേണ്ട, പ്രാണനും വേണ്ട, 2 ഉപേക്ഷിക്കാൻ തയ്യാറായി യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ്. അതൊരു വിരോധാഭാസം. അപ്പോ ഇതൊക്കെ നേടാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, എന്നാൽ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറായി തന്നെയാണ് യുദ്ധത്തിലെ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മധു എന്ന രാക്ഷസനെ ഹനിച്ചവനെ, ഗുരുജനങ്ങൾ, ഇപ്പോൾ ഇവിടെ കൺമുമ്പിൽ ഞാൻ കാണുന്നത് ആരെയൊക്കെയാണ്? എൻ്റെ തന്നെ ഗുരുജനങ്ങളുണ്ട്, പിതൃപിതാമഹന്മാർ, എൻ്റെ പിതാവ് തുല്യത ആൾക്കാരുണ്ട്, പിതാവിന്റെ പിതാവ് അപ്പൂപ്പന്മാരുടെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, അമ്മാവന്മാർ, ശോശുരർ, ശാല്യർമാർ തുടങ്ങിയ ബന്ധുജനങ്ങളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അമ്മാവൻ, ഭാര്യയുടെ അച്ഛനമ്മമാര്, ഇവരെല്ലാം അച്ഛനും ആൾക്കാരും, ആ പ്രായത്തിലുള്ള ആൾക്കാരും, മാമന്മാര് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നു. അളിയന്മാര്, മരുമക്കള് എല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം എന്തിനാണ് വന്ന് നിൽക്കുന്നത്? എല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കാനാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ പങ്കെടുത്ത് എന്ത് സംഭവിക്കും? അവരുടെ പ്രാണൻ നഷ്ടപ്പെടും, സ്വത്തും നഷ്ടപ്പെടും അവർക്ക്. അപ്പൊ എന്നിട്ട് കൂടി ഇവരെല്ലാം യുദ്ധത്തിന് പങ്കെടുക്കാൻ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? അങ്ങനെ ഇരിക്കുന്ന അവരെ ഞാൻ കൊന്നിട്ട് എന്താണ് എനിക്ക് ഗുണം? അർജുനൻ ഇങ്ങനെ പറയുകയാണ്, സ്വയമേ പറയുകയാണ്.
അവർ എന്നെ കൊന്നാൽ തന്നെ ആവട്ടെ. ഇനി അവരാണ് എന്നെ കൊന്നതെങ്കിൽ അത് കൊന്നുകൊണ്ട് പോട്ടെ, എനിക്കെന്തായാലും അവരെ കൊല്ലാൻ വയ്യ. ത്രൈലോക്യമൊക്കെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് 3 ലോകങ്ങളെയും ജയിക്കാനല്ല, ഇവിടെ ഭൂമിയെ ജയിക്കാനാണ് ഇവിടുത്തെ യുദ്ധം. ത്രൈലോക്യം എന്ന് പറയുമ്പോൾ ഉപരിലോകം, അധമലോകം, മധ്യമലോകം എന്നിങ്ങനെയാണ് പൊതുവെ ത്രൈലോക്യം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ സ്വർഗം, നരകം, ഭൂമി, ഈ 3നെയും ത്രൈലോകം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ത്രിലോകം എന്ന് പറയുന്നത് ഈ 3 മാത്രമല്ല. ഉപരിലോകം, മധ്യമലോകം, നടുക്കുലോകം മധ്യമലോകം, താഴെയുള്ള ലോകത്തിന് അധമലോകം. ഭൂമിയുടെ മുകളിൽ 7 ലോകങ്ങളുണ്ട്, ഭൂമിയുടെ താഴെ 6 ലോകങ്ങളുണ്ട്. അങ്ങനെ ഭൂമി അടക്കം 14 ലോകങ്ങളും ചേർന്നതാണ് ഒരു ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. അതിനെ ത്രിലോകമായിട്ട് തിരിക്കുകയാണെങ്കിൽ ഉപരിലോകമെന്നും ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളെ ഉപരിലോകമെന്നും ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളെ അധമലോകങ്ങളെന്നും ഭൂമിയെ മധ്യമലോകമെന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും ലോകങ്ങളും എനിക്ക് നേടാൻ പറ്റും ഈ യുദ്ധത്തിൽ ജനിച്ചാൽ, എങ്കിൽ കൂടിയും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് അർജുനൻ ഇവിടെ പറയുന്നു. കാരണം ഞാൻ യുദ്ധം ജയിച്ചതിന് ശേഷം ഈ സൗഭാഗ്യങ്ങൾ ഞാൻ ആരെ കാണിക്കാനാണ്? എന്റെ ബന്ധുക്കളെല്ലാം മരിച്ചു പോകുമല്ലോ, എന്റെ സുഹൃത്തുക്കളെല്ലാം മരിച്ചു പോകുമല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ നേടിയിട്ട് ഞാൻ ഇതൊക്കെ ആരെ കാണിക്കാൻ? ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. എന്നിട്ടാണോ ഈ ഭൂമിക്ക് വേണ്ടി? എന്നാൽ ഈരയി 14 ലോകവും നേടാമെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. പിന്നെ ആകെ ഭൂമിക്ക് വേണ്ടി മാത്രമായി ഞാൻ യുദ്ധം ചെയ്യാനാണോ പോണത്? ഒരിക്കലുമില്ല എന്നാണ് അർജുനൻ ആത്മഗതം പറയുന്നത്. ജനാർദ്ദന, ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഭഗവാനെ, ജനങ്ങളുടെ ലീഡർ ജനാർദ്ദന, ഭഗവാൻ അഭിസംബോധന ചെയ്യുക. മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഇനി ഇപ്പൊ എന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ തന്നെ സ്വന്തക്കാർ തന്നെയാണ്. അപ്പോ ആ ധാർതരാഷ്ട്രന്മാരെ, കൗരവന്മാരെ ഞാൻ ഹിംസിച്ചിട്ട്, ഉപദ്രവിച്ചിട്ട്, കൊന്നിട്ട് എനിക്ക് എന്ത് സുഖമാണ് കിട്ടാൻ പോകും എന്ന് സ്വയമേ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. അർജുനൻ സ്വയമേ ആ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഇതാണ് എന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തില് നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതൊരു ഉദ്യമത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഷൈൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഷൈൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില്ല, അല്ലേ? ഷൈൻ ചെയ്യണം, അടിപൊളിയായിട്ടിരിക്കും. മോൻ ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടും നോക്കാം. ഈ ലോകത്തിലെല്ലാവരും എന്ത് തന്നെ ചെയ്താലും കുറച്ചൊക്കെ എന്താണ്? ഷൈൻ ചെയ്യാനാണ് ആഗ്രഹം, അല്ലേ? ഒന്ന് തെളിഞ്ഞു നിൽക്കണം, അതെ, കാണിക്കണം. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ വ്യത്യസ്തമായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് എന്തിനാണ്? ആ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് കാണും, ഒന്ന് ശ്രദ്ധിക്കും, ഒന്ന് നോട്ടം ഇടും. അതാണ്, അല്ലേ? ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിന്റെ പുറകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. 4 പേര് നമ്മളെ കാണണം, നമ്മളെ പ്രശംസിക്കണം, 4 പേര് നല്ല നോട്ട് ചെയ്യണം. ഇതാണ് ഇവിടെ അർജുനൻ ചെയ്യുന്ന യുദ്ധത്തില്. അവന്റെ സ്വന്തക്കാരെല്ലാം 2 സൈന്യത്തിലും ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ട്. ഒന്നുകിൽ പാണ്ഡവ സൈന്യത്തിൽ അവർ സ്വന്തക്കാരുണ്ട്, അല്ലെങ്കിൽ കൗരവരുടെ സൈന്യത്തിലുണ്ട്. ഈ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾനാശമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മരണപ്പെട്ടു. അപ്പോ രാജ്യം ആര് വേണം ജയിച്ചോട്ടെ, രാജ്യം ജയിച്ചിട്ട് ആ സിംഹാസനത്തിൽ കയറി ഇരിക്കുമ്പോൾ അത് കാണാൻ ആരുമില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ രാജ്യം കിട്ടിയിട്ട് എന്ത് ഗുണം എന്നാണ് ആര് ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുന്നത്. ഒരു നെക്ലസ് മാല മേടിച്ചാൽ കല്യാണത്തിന് പോകണം എന്തിനാണ്? 4 പേരെ കാണിക്കാനാണ്, അല്ലേ? മാല വാങ്ങിച്ച് വീട്ടിൽ അലമാരയുടെ സൂക്ഷിപ്പിയാണോ? നമ്മളല്ല. 4 പേരെ കാണിച്ചാലേ സന്തോഷമുള്ളൂ, ഇല്ലേ? അല്ലേ? അതേപോലെയാണ് അർജുനനും പറയുന്നത്, ഞാൻ ഈ രാജ്യമൊക്കെ യുദ്ധം കൊണ്ട് ഞാൻ നേടിയെടുത്ത് വെച്ചോ, പക്ഷെ അത് കാണാൻ വേണ്ടി സ്വന്തക്കാർ ബന്ധക്കാരില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ കാണിക്കാനാണ്? ശരിയല്ലേ? അപ്പോ ഞാൻ കോളേജിൽ പോകണമെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബൈക്കും കൊണ്ട് കോളേജിൽ പോകണം. എന്നാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തോന്നുന്നു, അല്ലേ? ബൈക്കും കൊണ്ട് കോളേജിൽ പോകണം എന്നാണ് ആഗ്രഹം. ബൈക്ക് ഓടിക്കണമെങ്കിൽ റോഡിലാണ് ബൈക്ക് ഓടിക്കേണ്ടത്, കോളേജിൽ അകത്തല്ലല്ലോ ഓടിക്കേണ്ടത്. ബൈക്ക് ഓടിക്കുന്നത് റോഡിലാണ്. പക്ഷെ കോളേജിൽ പോകണം എന്തിനാണ് ബൈക്ക് കൊണ്ട്? അത് 4 പേരെ കാണിക്കാൻ, തന്നെയാണ്, അല്ലേ? അപ്പോ ബൈക്കും കൊണ്ട് കോളേജിൽ പോകണം, ഇതാണ് ആഗ്രഹം. അപ്പൊ ബൈക്ക് ഓടിക്കേണ്ടത് റോഡിലാണെങ്കിലും കോളേജിൽ കൊണ്ടുപോകുന്നത് എന്തെന്ന് വെച്ചാൽ അത് കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പാർക്ക് ചെയ്യത്തേ ഉള്ളൂ, കോളേജിനകത്ത് ഓടിക്കില്ലല്ലോ. പക്ഷെ പാർക്ക് ചെയ്താലും അത് 4 പേര് കാണും, ആ എന്റേതാണ് എന്ന് പറയാൻ എനിക്ക്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ കോളേജിൽ ബൈക്കും കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. 4 പേരെ കാണിക്കാനാണ്, സംശയമൊന്നും വേണ്ട. അതാണ്. അപ്പൊ അതിൽ തന്നെ എന്ത് വേണം? അത് നല്ല കൂടിയ ബൈക്ക് വേണം. സാധാ ബൈക്ക് എല്ലാവരുടെയും ഉണ്ട്, അത് വേണ്ട. അപ്പൊ അതൊരു രസമില്ല, വ്യത്യസ്തമായി വേണം. എനിക്ക് മാത്രമുള്ള ഒരു ബൈക്ക് വെളിയിൽ നിന്ന് ഇറക്കിയാലും 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ബൈക്ക് കൊണ്ട് പോകാം. അപ്പൊ അതും കൊണ്ട് പോകുമ്പോ ആണ് അറിഞ്ഞത് അനിശ്ചിത കാലത്തേക്ക് കോളേജ് അടച്ചിട്ടിരിക്കും. നമ്മൾ ഹാപ്പിയാണോ? ഒട്ടും ഹാപ്പിയല്ല.
കാരണം ബൈക്ക് ഇറക്കിയതേ ഉള്ളൂ. കോളേജ് എന്തോ കാരണത്താൽ, കൊറോണ കാരണം 2 വർഷത്തേക്ക് അടച്ചു കോളേജ്. ഹാപ്പിയാണോ? ഒരിക്കലും ഹാപ്പിയല്ല. കാരണം നമുക്ക് 4 പേരെ കാണിച്ചേ പറ്റൂ, എങ്കിലേ ആനന്ദം കിട്ടത്തുള്ളൂ. ഇവിടെ അർജുനന്റെ അവസ്ഥ, യുദ്ധം ജയിച്ചെങ്കിൽ കൂടിയും അത് കാണിക്കാൻ ആരുമില്ല, എല്ലാവരും മരിച്ചു പോകും. അപ്പൊ പിന്നെ യുദ്ധത്തിൽ ഞാൻ ജയിച്ചിട്ട് എന്ത് കാര്യം? ന്യായമായ ചോദ്യം. അച്ഛൻ ബൈക്കൊക്കെ മേടിച്ച് തന്നു, പക്ഷെ കോളേജ് അടച്ചു. ഇനി ഞാൻ ഈ ബൈക്ക് വെച്ച് ആരെ കാണില്ല, ഞാൻ ചെയ്യാൻ നിവൃത്തിയില്ല. ഇതാണ് അവസ്ഥ. എന്നതുപോലെയുള്ള അവസ്ഥയാണ് അർജുനൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അർജുനൻ പറയുകയാണ്, ഇനി ഞാൻ യുദ്ധത്തിൽ പോകുന്നില്ല, യുദ്ധത്തിന് വേണ്ടി ഞാൻ മെനക്കെടുന്നില്ല. കാരണം യുദ്ധത്തിന് മെനക്കെട്ട അവസ്ഥ എന്താണ്? ഇത് ജയിച്ചാൽ തന്നെ എനിക്ക് ഗുണമൊന്നും കിട്ടാൻ പോകില്ല, പിന്നെ ഞാൻ വെറുതെ എന്തിന് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യണം, വേണ്ടെന്നാണ്. എന്നതുപോലെ നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ ഇതുപോലത്തെ പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഡ്യൂട്ടി ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ജോലി നിർവഹിക്കണം എന്നാണ് കൃഷ്ണൻ പറഞ്ഞു വരുന്നത്. നമ്മൾ സാധാരണ ഒരാളാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കും. എന്നാൽ അർജുനൻ ഇവിടെ ആരാണ്? സാധാരണക്കാരനാണോ? അല്ല. അർജുനൻ ഒരു രാജ്യത്തിലെ ഒരു മിലിറ്ററിയാണ്, ഒരു പോലീസുകാരനാണ്. അപ്പൊ പോലീസുകാരന് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റുമോ? ലീവ് എടുക്കാൻ പറ്റൂല. അവിടെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണോ അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ എന്ന് നോക്കണ്ട, ഗവൺമെന്റ് പറഞ്ഞ ജോലി അദ്ദേഹം ചെയ്തേ പറ്റൂ. ഒരു ട്രാഫിക് പോലീസുകാരനെ ഒരു നല്ല കൊടും വെയിലത്ത് നടു റോട്ടിൽ നിർത്തും. ആര്? ഗവൺമെന്റ്. ആണോ? നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട് ചില സമയത്ത് നല്ല ചൂട് ഉണ്ട്. പക്ഷെ ട്രാഫിക് പോലീസുകാർ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? സാധാരണക്കാരനാണെങ്കിൽ തണലത്ത് മാറി നിൽക്കാം. സാധാരണക്കാരനാണെങ്കിൽ മഴ പെയ്തുകൊണ്ട് ഉടനെ ഓടിപ്പോയി സൈഡിൽ ഒതുങ്ങാം. പക്ഷെ ട്രാഫിക് പോലീസുകാരൻ അങ്ങനെ ഒതുങ്ങാൻ പറ്റുമോ? മഴയാണ്, മാറാൻ പറ്റുമോ? പറ്റൂല. നല്ല കൊടും വെയിലാണ്, മാറാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഡ്യൂട്ടി ഓറിയന്റഡ് ആണ്. അതായത് സർവീസ് അനുസരിച്ച് അദ്ദേഹത്തിന് അവിടെ നിൽക്കണം. സാധാരണക്കാരാണെങ്കിൽ ഇട്ടിട്ട് പോകാം, ട്രാഫിക് പോലീസുകാരനെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എന്നതുപോലെ അർജുനന് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിലെ നല്ല ട്രെയിൻഡ് മിലിറ്ററിയാണ്. ഇത്രയും കാലം ആ രാജ്യം ഇദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനല്ല, രാജ്യത്തിന്റെ ഇഷ്ടപ്രകാരം രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇത്രയും കാലം കൊടുത്തത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് മിലിറ്ററിയിൽ ചേരാൻ പറ്റും. നമ്മൾ മിലിറ്ററിയിൽ ചേർന്ന് ഉടനെ മിലിറ്ററി ആണോ? അല്ല. ഉടനെ ട്രെയിനിങ് ആണ്. ഒരു 6 മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി. അത് ഒരു അടപ്പ് തെറിക്കും. അത് കഴിഞ്ഞ് 6 മാസം നല്ല ട്രെയിനിങ് ആണ്. സത്യം പറഞ്ഞാൽ 1 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കഴിഞ്ഞാണ് മിലിറ്ററി ആവുന്നത്, സാധാരണക്കാരൻ മിലിറ്ററി ആവും. അത് കഴിഞ്ഞ് അയാൾ വീട്ടിൽ വന്നിട്ട് പോയില്ല. 6 മാസം 1 വർഷം വരെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അയാൾ തിരിച്ചു പോയില്ല. എന്ത് സംഭവിക്കുന്ന അറിയോ? അവര് വരും പുറകെ. അവര് പുറകെ വരും, വന്ന് തൂക്കിക്കൊണ്ട് പോകും. അവര് പറയണത്, ട്രെയിനിങ് കഴിഞ്ഞോ, നിങ്ങൾ 13 വർഷം മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം, സർവീസ്. ട്രെയിനിങ്ങിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്മാറാം. ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധിത സർവീസ് 13 വർഷം ചെയ്യണം എന്നാണ് നിയമം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ആ 1 വർഷം നമുക്ക് തന്ന ട്രെയിനിങ്ങിന് അവർ ചെലവാക്കിയ പൈസ അവർക്ക് മുതലാവണമെങ്കിൽ നമ്മൾ മിനിമം 13 വർഷമെങ്കിലും സേവനം ചെയ്താൽ മാത്രമേ അവർ ചെലവാക്കിയ പൈസ നമുക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി ചെലവാക്കിയ പൈസയായിട്ട് അത് ടാലി ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്, അവരുടെ കണക്കൂട്ടൽ. എൻ്റെ അടുത്തൊരു മിലിറ്ററിക്കാരൻ പറഞ്ഞതാണ്. അപ്പോ 13 വർഷം സർവീസിൽ നിന്നാൽ മാത്രമേ ആ സർവീസിന് വേണ്ടി നമുക്ക് വേണ്ടി തന്ന ട്രെയിനിങ്ങിന്റെ പൈസ ആ സർവീസ് തന്ന ആ ഗവൺമെന്റിന് മുതലാവൂ എന്നിരിക്കെ, അതിന്റെ ഇടയിൽ ഇട്ടിട്ട് പോകാൻ നമ്മൾ എന്തെങ്കിലും പരിശ്രമം നടത്തിയാൽ അത് തെറ്റാണോ ശരിയാണോ? മോറലി നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ്, നിയമം അനുസരിച്ചും തെറ്റ് തന്നെ. അതുകൊണ്ട് ഗവൺമെന്റ് നിർബന്ധിതമായിട്ട് വന്ന് അവരെ തൂക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 13 വർഷം കൊണ്ട് മാത്രം അവര് നമുക്ക് വേണ്ടി ട്രെയിനിങ് തന്ന പൈസ അവർക്ക് മുതലാകുമെങ്കിൽ ഈ 13 വർഷം നിർബന്ധമായിട്ട് നമ്മൾ അവിടെ ട്രെയിനിങ് നേടിയത് കൊണ്ട് സർവീസിൽ നിൽക്കേണ്ടതാണ്. അതിനുശേഷം വേണമെങ്കിൽ റിസൈനേഷൻ കൊടുത്ത് തിരിച്ചു വരാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ 1 വർഷത്തെ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ 13 വർഷം ഇന്നത്തെ കാലത്ത് സർവീസിൽ ഇരിക്കണമെങ്കിൽ അർജുനൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വലിയൊരു പോസ്റ്റിൽ എത്തിയ ആളാണ്, ചെറിയ ആളല്ല. അർജുനന്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വലിയ ചീഫ് കമാൻഡറിന്റെ റോളാണ്. അത്രയും കാലം അദ്ദേഹം എവിടെയുണ്ട്? ആ രാജ്യസഭയിലെ പ്രധാനപ്പെട്ട ഒരു വില്ലാളി വീരൻ.
ഇത്രയും കാലം അദ്ദേഹത്തിലാണ് രാജാവ് വിശ്വാസങ്ങൾ അർപ്പിച്ചിരുന്നത്. ഇപ്പോ എവിടെയാണ് വന്നു നിൽക്കുന്നത്? യുദ്ധക്കളത്തിലുമാണ്. ഈ യുദ്ധക്കളത്തിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോയാൽ പകരത്തിന് ഒരാളെ അവിടെ നിയോഗിക്കാനുള്ള സമയം ആ ഗവൺമെന്റിനുണ്ടോ? ഇല്ല. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഒരു ജോലിക്ക് പോകണമെന്ന് വെച്ചോ, അവരുടനെ നമുക്ക് ട്രെയിനിങ് തരും. ട്രെയിനിങ് തന്ന് പെട്ടെന്ന് നമ്മളൊരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പറയാണ് എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ വിടൂല. അവർ പറയും 1 മാസത്തെ എന്ത് വേണം, അഡ്വാൻസ് നോട്ടീസ് തരണം. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ 3 മാസം അഡ്വാൻസ് നോട്ടീസ് തരണം. ഈ 3 മാസത്തെ അഡ്വാൻസ് നോട്ടീസ് തന്നാൽ മാത്രം പോരാ, ആ പോസ്റ്റിൽ ഒരാളെ റിക്രൂട്ട് ചെയ്ത് നിങ്ങൾക്കുള്ള അറിവെല്ലാം അവന് പകർന്നു കൊടുത്ത് അവന് ട്രെയിനിങ് കൊടുത്തിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആ അഡ്മിഷൻ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ സൈൻ ചെയ്ത് ജോലിക്ക് കയറുന്നത്. അപ്പൊ ആ ജോലിയിൽ നിന്ന് നമ്മൾ ഇന്ന് റിസൈൻ ചെയ്ത് നാളെ പോകാൻ പറ്റില്ല. ആ നോട്ടീസ് പീരീഡിൽ നമ്മൾ നിന്ന് നമ്മുടെ അതേ പോസ്റ്റിൽ വേറെ ഒരുത്തനെ റിക്രൂട്ട് ചെയ്ത് അവനെ നമ്മളുടെ എല്ലാ ഫയലും ഹാൻഡ് ഓവർ ചെയ്ത് അതിന്റെ എല്ലാ ട്രെയിനിങ്ങും അവന് കൊടുത്തിട്ട് മാത്രമേ പോകാൻ വേണ്ടി ആ സ്ഥാപനം നമ്മളെ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അർജുനൻ ഇപ്പൊ പടക്കളത്തിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്താൽ അദ്ദേഹത്തിന് പോകാൻ സമ്മതിക്കുന്നത് ശരിയാണോ? നിയമപ്രകാരം ശരിയാണോ? ന്യായം അനുസരിച്ച് ശരിയാണോ? എത്തിക്കേറ്റ് അനുസരിച്ച് ശരിയാണോ? മോറൽ സൈഡ് അനുസരിച്ച് ശരിയാണോ? ശരിയല്ല. അതാണ് ഇവിടെ അർജുനനോട് ആര് പറയാൻ പോകുന്നത്? ശ്രീകൃഷ്ണൻ പറയാൻ പോകുന്നത്. നീ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. നിന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നീ യുദ്ധം ചെയ്യേണ്ടവനാണ്. കാരണം നിനക്ക് അതിനുള്ള ട്രെയിനിങ് ആണ് ഗവൺമെന്റ് തന്നിരിക്കുന്നത്. നീ നിന്റെ ഇഷ്ടപ്രകാരം പോകണമെങ്കിൽ നീ സാധാരണ ഒരുത്തനായിരിക്കണം. പക്ഷെ നീ ഇപ്പൊ പോലീസുകാരനാണ്, നീ ഒരു പട്ടാളക്കാരനാണ്. നിനക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന ട്രെയിനിങ്ങും അതിനുവേണ്ടിയുള്ള ചെലവാക്കിയ പൈസയും അതിന് നിന്നിൽ അർപ്പിച്ച വിശ്വാസവും നിനക്ക് കാത്തു രക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതുകൊണ്ട് നീ ഇട്ടിട്ട് പോകാൻ പറ്റൂല. പകരം നീ മുഖം മറന്ന് ന്യായത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം. മുഖം മറന്ന് പറയുമ്പോൾ ആരുടെ മുഖം മറന്ന്? ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നവരുടെ മുഖം നോക്കാതെ അവർ ചെയ്ത തെറ്റിന് ഡ്യൂട്ടി ഓറിയന്റഡ് ആയിട്ട് ശിക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട് എന്നാണ് പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരിക്കൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ വന്നു. എന്താണ്? അച്ഛൻ മരിച്ചുപോയി. ഉടനെ സച്ചിൻ ടെണ്ടുൽക്കർ ഗ്രീസിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അച്ഛൻ മരിച്ചുപോയി. സാധാരണ അച്ഛൻ മരിച്ച ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമോ? എന്തുമാത്രം വേദനയാണ്, ആണല്ലേ? പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ ആ ബാറ്റും കൊണ്ട് വീണ്ടും ക്രിക്കറ്റ് കളിച്ചു. അന്ന് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം, നല്ല സ്കോർ ചെയ്തു. ഏകദേശം സെഞ്ചുറി സ്കോർ ചെയ്തെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ആ കളി കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ പോയുള്ളൂ, അത് അച്ഛൻ്റെ അടുത്ത് പോയുള്ളൂ. എന്തുകൊണ്ട്? എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഡ്യൂട്ടി ഓറിയന്റഡ് ആണ്. ഇട്ടിട്ട് പോകാൻ പറ്റൂല. ഡ്യൂട്ടി അതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ബാറ്റ് ചെയ്യേണ്ടിയ ആള് ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ട് മാത്രമേ എവിടെ പോയുള്ളൂ? അച്ഛന്റെ അടുത്ത് മരണക്കിടക്കിൽ കിടക്കുന്ന മരണമടഞ്ഞ് കിടക്കുന്ന അച്ഛന്റെ അടുത്ത് പോയുള്ളൂ. ഇതേപോലത്തെ ഒരു അവസ്ഥ വിരാട് കോഹ്ലിക്കും ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയും ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ട് മാത്രമേ അച്ഛൻ്റെ അടുത്ത് പോകൂ. മനസ്സിലായില്ലേ? അതേപോലെ വീട്ടിലെ ഒരു നല്ലൊരു കല്യാണം നടക്കുന്നു. അപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നത്. അപ്പോൾ വീട്ടിലെ ലീവിന് വന്ന മിലിറ്ററിയെ ആര് വിളിക്കും? ഗവൺമെന്റ് തിരിച്ചു വിളിക്കും, അല്ലേ? താലി കെട്ടും കൂടെ കണ്ടിട്ട് ഞാൻ വരാന്ന് പറയാൻ പറ്റുമോ? ഉടനെ പോണം, ശരിയല്ലേ? അപ്പോ ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ വരുമ്പോൾ നമ്മൾ ഉയർന്ന ധർമ്മം സ്വീകരിക്കണം എന്നാണ്. ധർമ്മങ്ങൾ തമ്മിൽ, രാജ്യധർമ്മവും കുടുംബധർമ്മവും തമ്മിൽ കോൺട്രാഡിക്ഷൻ വന്നാൽ നമ്മൾ ഏത് ധർമ്മം സ്വീകരിക്കണം? ഒരു ഗവൺമെന്റ് സർവന്റ് രാജ്യധർമ്മമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ അർജുനൻ ഒരു ഗവൺമെന്റ് സർവന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് സ്വീകരിക്കേണ്ടത്? അദ്ദേഹം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അർജുനൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം സ്വന്തക്കാര്, ബന്ധക്കാര്, അവരൊക്കെയാണ്. അപ്പൊ അവിടെ അവർക്കെതിരെ അവർ ചെയ്ത തെമ്മാടിത്തനം കണ്ടിട്ട് യുദ്ധം ചെയ്യാൻ ആര് തയ്യാറല്ല? അർജുനൻ തയ്യാറല്ല. പക്ഷെ അത് ചെയ്തേ മതിയാവൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാരണം തെറ്റ് ചെയ്ത ആൾക്കാർ ആരായാലും അവർ ദണ്ഡനാർഹരാണ്. നമ്മുടെ സ്വന്തക്കാരായതുകൊണ്ട് അവർക്ക് ദണ്ഡന കൊടുക്കണ്ട എന്ന് ആര് പറയാൻ പാടില്ല? ഒരു ജഡ്ജി പറയാൻ പാടില്ല, ഒരു പോലീസുകാരൻ പറയാൻ പാടില്ല. തെറ്റ് ആര് ചെയ്താലും അവർ മാതൃകാപരമായി ശിക്ഷിക്കണം. അതാണ് ഇവിടെ കൃഷ്ണൻ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ആ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതേപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുനന് വന്ന സിറ്റുവേഷൻ മാത്രമല്ല, ഇതേ സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമ്മളത് ഡ്യൂട്ടി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. അവിടെ നമ്മൾ വെറും സാധാരണക്കാരനാവരുത്. നമുക്കുള്ള ഡ്യൂട്ടി അടിസ്ഥാനമാക്കി
നമ്മുടെ കർത്തവ്യ അനുഷ്ഠാനമാക്കിയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഭഗവത്ഗീത മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ തീരുമാനമെടുക്കാം എന്നാണ് ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിവിധ സാഹചര്യങ്ങളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അർജുനനുണ്ടായ ഈ സാഹചര്യത്തിൽ അർജുനനെ എങ്ങനെ തീരുമാനമെടുക്കാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഗുണം? ഇതേപോലത്തെ ഒരു സെയിം സാഹചര്യം നമുക്ക് വരുമ്പോൾ കൃഷ്ണൻ കൊടുത്ത ഉപദേശം ഓർത്ത് നമുക്ക് ആ സാഹചര്യത്തിന് തീരുമാനമെടുത്ത് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ഭഗവത്ഗീത എപ്പോഴും പഠിക്കേണ്ടത് വയസ്സായ ആൾക്കാർക്കല്ല. ഭഗവത്ഗീത എപ്പോഴും പഠിക്കേണ്ടത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴാണ്. മനസ്സിലായി പറഞ്ഞു. ഭഗവത്ഗീത, ഭാഗവത ഇത്യാദി ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കണമെന്നും നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണമെന്നുമാണ്. അപ്പോൾ ജീവിതം തുടങ്ങുന്ന പ്രായത്തിലാണ് നമ്മൾ ഭഗവത്ഗീത ഭാഗവതിനെ കുറിച്ച് രാജകീയമായി, ആധികാരികമായി, വളരെ ആത്മാർത്ഥമായി, നല്ല വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടത്. എന്നാൽ പല ആൾക്കാരും പറയാറുണ്ട്, ഇതൊരു ഭക്തിയെ കുറിച്ചുള്ള പുസ്തകമല്ലേ, ഇപ്പോഴൊന്നും എനിക്ക് വേണ്ട, വയസ്സാവട്ടെ അപ്പൊ നോക്കാം. ആണോ? വയസ്സായിട്ട് പറയും എനിക്കിതിനൊന്നും സമയമില്ല, എന്റെ ലൈഫെല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് എന്തിനിതല്ല എന്നും പറഞ്ഞു. ശരിയല്ലേ? എന്റെ അപ്പുവിനോട് ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് എന്തിന്, എനിക്കെല്ലാം കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനു പഠിക്കുന്നു, നീ ഇപ്പോ പഠിക്കാനുള്ള പ്രായമല്ലേ, നീ പഠിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ്റെ കൊടുക്കട്ടെ. അപ്പൊ അച്ഛൻ ആ പീരീഡ് കഴിഞ്ഞല്ലോ. അച്ഛൻ്റെ കൊടുത്ത അച്ഛൻ പറഞ്ഞു, എനിക്കിപ്പോ ജോലി തിരക്കാണ്, ഇതിനൊന്നും സമയമില്ല. അപ്പൊ പിന്നെ ആരാണ് ഇതൊക്കെ വായിക്കുക? ആർക്ക് വേണ്ടിയാണ് ഇത്? യഥാർത്ഥത്തിൽ ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്ന വീരയോദ്ധാവിന് വേണ്ടിയാണ് ഭഗവത്ഗീത. അല്ലാതെ ജീവിത പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ല ഭഗവത്ഗീത. എന്നാൽ ഭഗവത്ഗീത നേരത്തെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ളത് വേറെ ഒരു കാര്യം. പക്ഷേ മോന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഈ ഭഗവത്ഗീത പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഏറ്റവും ഭാഗ്യവാന്മാർ. ഒന്നിനു ശേഷം വരുന്ന പൂജ്യം അല്ല, അത് 10 ഒന്നിനു ശേഷം വരുന്ന 10 എന്നതുപോലെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഭഗവത്ഗീതയെ കുറിച്ചുള്ള അറിവ് കിട്ടിയതിനു ശേഷം ജീവിക്കുന്നത് നമ്മൾ വലിയൊരു 0 ആണെങ്കിൽ കൂടിയും അത് 0 അല്ല, അത് 10. നമ്മൾ വലിയ 2 0 ആണ് എന്ന് വെച്ചോ. എന്നാൽ ഭഗവത്ഗീത ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാമം ജപിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, സത്സംഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഭക്തന്മാരെ അസൂസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസാദം കഴിക്കുന്നുണ്ട്, അല്ലെ, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്തന്മാരായിട്ട് സംഘം ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മൾ പൂജ്യമേ അല്ല, നമ്മൾ ഒന്നിനു ശേഷം വരുന്ന പൂജ്യമായി മാറും. നമ്മൾ പൂജ്യമായിരിക്കാം, അപ്പൊ നമ്മുടെ മുമ്പ് ആരുണ്ട്? കൃഷ്ണനുണ്ട്. അപ്പൊ കൃഷ്ണന് ശേഷം വരുന്ന നമ്മൾ പൂജ്യമാകുമ്പോൾ അത് പൂജ്യമല്ല, അത് 10. നമ്മൾ 2 വലിയ പൂജ്യമാണ് എങ്കിൽ രക്ഷപ്പെട്ടു. കൃഷ്ണന് ശേഷം വരുന്ന 2 വലിയ പൂജ്യമാവണം. അപ്പൊ ഒന്നിനു ശേഷം വരുന്ന 2 പൂജ്യമാകുമ്പോൾ അത് പൂജ്യമാണോ? അത് 100. നമ്മൾ വലിയ ബിഗ് 0 ആണ്. 3 വലിയ പൂജ്യത്തിന് സമമാണ്. നമ്മൾ വിഷമിക്കേണ്ട. കൃഷ്ണൻ നമ്മളെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള 3 പൂജ്യമാകുമ്പോൾ അതിന് വാല്യൂ കൂടി. നമ്മൾ 1000-ആണ്, 10,000-ആണ്, ലക്ഷമാണ്, കോടിയാണ്. നമ്മൾ വട്ടപൂജ്യം ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ലൈഫിൽ കൃഷ്ണനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ നാമം ജപിക്കുന്നവരാണെങ്കിൽ, നമ്മൾ സത്സംഗത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ശ്രീലപ്രഭുപാദന്റെ പുസ്തകം വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ ഭക്തിയിൽ വന്നും പോയിരിക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല. കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് എങ്കിലും എത്ര പേരാണ് ഭഗവത്ഗീത പഠിക്കുന്നത്? വളരെ കുറവാണ്. അപ്പൊ അത്രയും ജീവജാലങ്ങളിൽ നമ്മൾ ഏറ്റവും ഭാഗ്യവന്മാരായ ജന്മമായി കഴിഞ്ഞു. ഇനി മനുഷ്യജന്മത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ ചെറിയ കാര്യമാണ്. 84 ലക്ഷം ജീവശരീരത്തിൽ 1 മാത്രമാണ് മനുഷ്യ ശരീരം. ആ 84 ലക്ഷം ജീവശരീരത്തിൽ മനുഷ്യരല്ലാതെ ഒരു ശരീരത്തിൽ നിൽക്കുമ്പോഴും കൃഷ്ണനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല. മനുഷ്യജന്മത്തിനെ കുറിച്ചോ ജീവിതത്തിന്റെ ലക്ഷ്യത്തിനെ കുറിച്ചോ അറിയാൻ പറ്റില്ല. മനുഷ്യജന്മത്തിൽ മാത്രമേ അത് പറ്റൂ. മനസ്സിലായോ? അപ്പൊ തന്നെ നമ്മൾ മനുഷ്യജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എത്ര മോശപ്പെട്ട ശരീരമായിക്കോട്ടെ, എത്ര നല്ല ശരീരമായിക്കോട്ടെ, നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്ത്? കൃഷ്ണനെ കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് പ്രീഷ്യസ് ആണ്. 84 ലക്ഷം ജീവശരീരം കഴിഞ്ഞ് കിട്ടുന്ന ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. അപ്പൊ 84 ലക്ഷം ജീവശരീരത്തിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു പൂർവ്വജന്മങ്ങളിൽ. ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ വന്നു. ഈ മനുഷ്യ ശരീരം നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് വീണ്ടും 84 ലക്ഷം ശരീരത്തിൽ ഏതെങ്കിലും ഒന്നായി പറക്കും. കൃമിയോ കീടമോ ജന്തുവോ ജലജീവിയോ പാമ്പോ തേളോ കൃമിയോ ആയിട്ട് നമ്മൾ ജനിച്ചേക്കും. മനസ്സിലായോ? പക്ഷെ മനുഷ്യജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. എവിടെ നമുക്ക് തിരിച്ചു പോകാം? ഭഗവാന്റെ അടുത്ത് ഗോലോക വൃന്ദാവനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇനി ജന്മമരണ ചക്രത്തിൽ വരേ വേണം. അത്രയും വലിയ ഒരു കാര്യം മനുഷ്യജന്മത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത ഭാഗവതം പഠിച്ചാൽ മതി, സത്സംഗത്തിൽ വന്നാൽ മതി, നാമം ജപിച്ചാൽ മതി. നമുക്ക് ഇത്രയും വലിയ കോടാനുകോടി ജനന മരണ ചക്രത്തിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ മോനെ?
അപ്പൊ അത്രയും വലിയൊരു പ്രീഷ്യസ് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര മോശപ്പെട്ട ശരീരമാണെങ്കിലും, എത്ര കഴിവുള്ള ശരീരമാണെങ്കിലും, എത്ര കഴിവില്ലാത്ത ശരീരമാണെങ്കിലും, ആൺ ശരീരമാണെങ്കിലും പെൺ ശരീരമാണെങ്കിലും, കൂറിയ ശരീരമാണെങ്കിലും, പൊക്കമുള്ള ശരീരമാണെങ്കിലും, വണ്ണമുള്ള ശരീരമാണെങ്കിലും, സ്കെൽറ്റ് ആണെങ്കിലും, എന്ത് തന്നെ ആയാലും അത് ഒരു സംശയം വേണ്ട, എന്താണ്? മഹനീയമായ ശരീരം. കാരണം എന്ത്? ആ ശരീരത്തിൽ നിന്ന് നമുക്ക് നാമം ജപിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിക്കാൻ പറ്റും. ഭഗവത്ഗീത വായിക്കാൻ പറ്റും, ഭാഗവതം വായിക്കാൻ പറ്റും, സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റും, പ്രസാദം കഴിക്കാൻ പറ്റും, കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ദർശനം എടുക്കാൻ പറ്റും. ഇതെല്ലാം മനുഷ്യജന്മത്തില് എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യജന്മത്തിൽ തന്നെ എത്രയോ ഭാഗ്യവാനായ ജന്മത്തിൽ ഒരാളായി നമ്മൾ മാറും. അപ്പൊ ഈ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഉള്ളതെല്ലാം ചെറിയ ചെറിയ കുറവുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് നമ്മളൊരു യാത്ര പോകുമ്പോൾ കാലിൽ ചെറിയൊരു മുള്ളു കുത്തി, നമ്മൾ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുള്ളു കുത്തിയത് വേദനിക്കൂല, കാലിൽ ചെറിയൊരു മുറിവ് വന്നു, വേദനിക്കൂല. മനസ്സിലായോ? നമ്മൾ പോയി ആ ആറ്റിറ്റ്യൂഡോട് കൂടി എല്ലാ ജോലിയും ചെയ്ത് വീട്ടിൽ രാത്രി ഒന്ന് ഉറങ്ങൂലേ, അപ്പോഴാണ് ആ കാലിലുള്ള മുള്ളു വേദനിക്കും. ശരിയല്ലേ? നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുറ്റങ്ങൾ കുറവൊന്നും നമ്മളെ ബാധിക്കത്തില്ല. എന്നാൽ നമുക്ക് ലക്ഷ്യമില്ലാതെ നമ്മൾ നടന്ന് കാലിൽ മുള്ളു വെച്ച് വെച്ചോ, നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കും. നമുക്ക് വേറെ ചെയ്യാൻ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇവിടെ അതിനെ തടവിക്കൊണ്ടും മാന്തിക്കൊണ്ടും ഇരിക്കും. എന്നാൽ ലക്ഷ്യമുള്ള ആളിന് ചെറിയ മുറിവോ വേദനയോ ഒന്നും നമുക്ക് വലുതായിട്ട് തോന്നില്ല, അല്ലെ? അതേപോലെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും വലിയ ലക്ഷ്യങ്ങളുള്ള ആളായിരിക്കും. ഏറ്റവും വലിയ വിഷമമുള്ളൊരു ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഇവിടെയും ഇവിടെ ഇരുന്ന് രണ്ടുപേരും ഇപ്പൊ മരിച്ചുപോയി. ഒരാൾ അറ്റാക്ക് വന്ന് മരിച്ചു, വേറെ ആൾ വേറെ ഏതോ അസുഖം വന്ന് മരിച്ചു. കേൾക്കുന്നുണ്ടോ? എന്റെ കൂടെയുള്ള എത്രയോ ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ പലകയിൽ നോട്ടീസ് ബോർഡിൽ ഫോട്ടോ ഇട്ട് താഴെ ആദരാഞ്ജലികൾ എടുത്തു വെച്ചിരിക്കുന്നു. അറ്റാക്ക് വന്ന് കുറെ പേര് മരിച്ചു. ഇപ്പൊ അറ്റാക്ക് വന്നെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് മരണമാണ്. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു ദിവസം മരിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ഭാഗവതം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ഹരേ കൃഷ്ണ മന്ത്രം 16 മാല ഡെയിലി ജപിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതിരാവിലെ നമ്മൾ ഭഗവാന്റെ ദർശനം എടുക്കാൻ വേണ്ടിയുള്ള ലെവലിലേക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതുവരെ അത് ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് ഇതൊക്കെ ചെയ്യാൻ വളരെ സീരിയസ് ആയിട്ട് സമയത്തിനെ വിനിയോഗിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. നമുക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ സമയം കളയാനില്ല. നമ്മൾ സത്സംഗം കേൾക്കണം. ഇന്നത്തെ കാലത്ത് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വേണമോ മൊബൈലിലുണ്ട്. യൂട്യൂബിൽ കയറിയിട്ട് കൃഷ്ണ കീർത്തനം നടിച്ചാൽ കൃഷ്ണ കീർത്തനം 1 മണിക്കൂർ നമ്മൾ വെറുതെ കൃഷ്ണ കീർത്തനം കേട്ട് ഉണ്ടാതിരിക്കാം. നമ്മൾ ആ സമയത്ത് സമയം പാഴാക്കുന്നതല്ല. കൃഷ്ണന്റെ കാര്യമായിട്ട് എത്ര ബന്ധപ്പെട്ട് എത്രമാത്രം സമയം ചെലവൊക്കെ അതെല്ലാം നമ്മുടെ ലൈഫിലുള്ള അസറ്റാണ്, ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. അതനുസരിച്ച് നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്കുള്ള യാത്രയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കൃഷ്ണ സംബന്ധമായ വിഷയങ്ങളിൽ വേണം നമ്മൾ സമയം ചെലവാൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കീർത്തനം കേൾക്കാം, കുറെ ലെക്ചർ കേൾക്കാം, എല്ലാം എന്താ ഇപ്പൊ ഈ എടുക്കുന്ന ഈ ക്ലാസ് അടക്കം യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് അവരുടേതായ സമയത്ത് ഇതൊക്കെ ഇരുന്ന് കേൾക്കാം. ഇവിടെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ഇന്ന് വന്നില്ല, പകരം ഇന്ന് വന്ന ഇന്നത്തെ ഈ ക്ലാസ് അവർ വീട്ടിൽ ഇരുന്ന് കേട്ടിട്ടാണോ അടുത്ത ആഴ്ച വരുന്നത്? അല്ല. അങ്ങനെ ആവണം, അങ്ങനെ ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവണം. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ സമയത്തിന് നമ്മൾ ഏതിനു വേണ്ടി സമർപ്പണം ചെയ്യുകയാണ്? കൃഷ്ണാവബോധത്തിന് വേണ്ടി സമർപ്പണം. അപ്പൊ നമ്മൾ ഭഗവാൻ തന്ന മനുഷ്യ ജീവിതത്തിനോട് നമ്മൾ പുലർത്തുകയാണ്. ഞാൻ ഇന്റർനെറ്റിലൊക്കെ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ എന്തുമാത്രം ലെക്ചറുകളാണ്. ഭഗവത്ഗീതയെ കുറിച്ചുള്ള എല്ലാ ശ്ലോകത്തിന്റെയും എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് ആണോ നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ലെക്ചറുകളുണ്ട്. ഇതെല്ലാം ഇരുന്ന് കേൾക്കണം, നോട്ട് എഴുതി പഠിക്കണം. ഇങ്ങനെ നമ്മുടെ മനുഷ്യത്വത്തിനോട് നമ്മൾ കൂടെ പുലർത്തുകയാണെങ്കിൽ ജീവിത വീതിയിൽ അർജുനനെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരുപാട് ദ്രോഹങ്ങൾ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും നമുക്ക് ചെയ്തു തന്നേക്കാം. നമ്മുടെ സ്വന്തക്കാർ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കാം, ബന്ധക്കാർ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കാം, സുഹൃത്തുക്കൾ ഇന്നുള്ള സുഹൃത്തുക്കൾ നാളത്തെ നമ്മുടെ ശത്രുക്കളായി മാറും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. മനസ്സിലായോ? ഇന്നത്തെ സുഹൃത്തുക്കൾ നാളെ നമ്മുടെ ശത്രുക്കളായി മാറും. ഇന്ന് നമ്മൾ ശത്രു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നാളെ നമ്മുടെ മിത്രങ്ങളും ആവും. ഇതൊക്കെ ഈ ലോകത്ത് വന്നും പോയിരിക്കും.
പക്ഷെ ഈ സമയത്തെല്ലാം നമ്മൾ ആരുമായിട്ട് സഹവാസം കൂട്ടിക്കൊണ്ടേയിരിക്കണം, കൃഷ്ണനുമായിട്ടുള്ള സഹവാസം കൂട്ടിക്കൊണ്ടിരിക്കണം. കാരണം അത് മാത്രമേ നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാതെ നമ്മളെ പിന്തുടർന്നു. നമുക്ക് മക്കളുണ്ടെങ്കിൽ ചിലപ്പം അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ മക്കൾ മരിക്കാം, മക്കളും മരിക്കും മുമ്പേ അച്ഛൻ മരിക്കാം. പക്ഷെ ഒരിക്കലും മരിക്കാത്ത നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ മക്കളായിട്ട് കാണുന്നവർ, കൃഷ്ണൻ ഒരിക്കലും മരിക്കില്ലല്ലോ, അല്ലേ? എന്നതുപോലെ സുഹൃത്തുക്കളും, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വരാം, അവർ തന്നെ നമ്മുടെ ആരായിട്ട് മാറാം, ശത്രുക്കളായി മാറാം. എന്നാൽ കൃഷ്ണനെ നമ്മൾ സുഹൃത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ ഒരിക്കലും ആരെയും ചതിക്കത്തില്ല, അത് എന്നും നമ്മുടെ സുഹൃത്തായി തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നതുപോലെ നമ്മുടെ എല്ലാ കുറവുകളിലും ആരെ നമ്മൾ കയറ്റി നിർത്തണം? കൃഷ്ണനെ കയറ്റി നിർത്തണം. നമുക്ക് എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ഈ ഭൗതിക ലോകത്തിൽ കിട്ടിയില്ല എങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ ആരെ കൊണ്ടുവന്നോണം? കൃഷ്ണനെ കൊണ്ടുവരണം. അപ്പൊ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തില്ല, ആ കുറവ് നമുക്ക് നികത്താൻ പറ്റും. അതുകൊണ്ടാണ് കൃഷ്ണനെ 100,000 റോളാണുള്ളത്. അദ്ദേഹം നല്ലൊരു മകനാണ്, അല്ലെ? നല്ലൊരു പിതാവാണ്, നല്ലൊരു ഭാര്യയാണ്, ഭർത്താവാണ്, നല്ലൊരു രാജതന്ത്രജ്ഞനാണ്, നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ കൃഷ്ണന്റെ ലീലയിൽ കൃഷ്ണന്റെ റോൾ നോക്കിക്ക്, എല്ലാ റോളിലും ആരുണ്ട്? കൃഷ്ണനുണ്ട്. എല്ലാവരുടെ കൂടെയും കൃഷ്ണനുണ്ട്. കൂടെ കൃഷ്ണൻ 16,108 കൃഷ്ണനും ഉണ്ടായിരുന്നു ഒരേ സമയത്ത്. അല്ല, ഒരു കൃഷ്ണനല്ല എല്ലായിടത്തും ഓടിക്കൊണ്ടിരുന്നത്. ഒരേ സമയത്ത് എല്ലാവരുടെ കൂടെയും കൃഷ്ണൻ 24 മണിക്കൂർ ഉണ്ടായിരുന്നതാണ് ഗോപികമാർക്ക്. 16,108 ഭാര്യമാരുടെ കൂടെയും 16,108 കൃഷ്ണൻ എല്ലാ സമയത്തും ഒരേ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ ആർക്കേ പറ്റൂ എന്നാണ് മനസ്സിലാക്കുന്നത്? കൃഷ്ണന് മാത്രമേ പറ്റൂ, വേറെ ആർക്കും അങ്ങനെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് കൃഷ്ണനെ നമ്മൾ ശരണം പ്രാപിക്കണം. കൃഷ്ണ അവബോധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അർജുനൻ ഉണ്ടായതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും. കാരണം കൃഷ്ണൻ നമ്മളെ എല്ലാ രീതിയിലും സംരക്ഷിക്കും, സഹായിക്കും, നമ്മൾ ആ ശരിയായ പാതയിലേക്ക് നടത്തിക്കൊണ്ട് പോകും. അപ്പൊ ഇതുപോലത്തെ സാഹചര്യം എല്ലാവർക്കും വരും. പക്ഷെ ഏത് സമയത്തും നമ്മൾ അർജുനൻ ഡിപ്പെൻഡ് ചെയ്തതുപോലെ സഹായം ആരിൽ നിന്ന് സ്വീകരിച്ചോണം? കൃഷ്ണനിൽ നിന്ന് സ്വീകരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അർജുനൻ ആരിൽ നിന്നാണ് ഉപദേശം സ്വീകരിച്ചത്? കൃഷ്ണനിൽ നിന്നാണ് സ്വീകരിച്ചത്. അതേപോലെ നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ യഥാർത്ഥത്തിൽ ഉണ്ടായി പോവുകയാണെങ്കിൽ നമ്മൾ ആരുമായിട്ട് സഹവസിച്ച് സംസാരിക്കണം? കൃഷ്ണനെ പോയി കണ്ട് കൃഷ്ണക്ഷേത്രങ്ങളിൽ പോവുകയോ, വീട്ടിൽ കൃഷ്ണന്റെ പടം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയോ, അല്ല ഭഗവത്ഗീത തുറന്ന് കുറെ ശ്ലോകങ്ങൾ വായിച്ചോ, ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചോ കൃഷ്ണനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ അസോസിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആ പ്രശ്നങ്ങൾ ആര് മാറ്റിത്തരും? കൃഷ്ണൻ മാറ്റി. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ആ, 108. അതെ, ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അതായത് 16,108 വേദങ്ങളെ ഉപനിഷത്തുകളെ ഹൃദയസ്ഥമാക്കിയ ആളാണ് കൃഷ്ണൻ എന്നാണോ അർത്ഥം? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 16,108 ഭാര്യമാർ ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം, അല്ലെ? 100% ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൗതിക ലോകത്തില് ഭൂമിയിൽ അദ്ദേഹത്തിന്റെ പാദസ്പർശനം വച്ച് മധുരാധാമില് അവതരിച്ചപ്പോൾ അദ്ദേഹത്തിൽ അതിന് തൊട്ടടുത്തുള്ള വൃന്ദാവന ധാമം എന്നുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പാദസ്പർശനം പതിച്ച് ലീലകൾ ആടിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹം ദ്വാരകാധാമിലേക്ക് പോയപ്പോൾ അവിടെ 16,108 ഭാര്യമാരായി കുടുംബത്തിൽ ജീവിച്ചപ്പോൾ എന്ന് ശ്രീമദ് ഭാഗവതത്തില് വ്യക്തമായ വർണ്ണനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അതിനർത്ഥം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. 16,108 ഭാര്യമാരുടെ കൂടെ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഒരേ സമയത്ത് കുടുംബജീവിതം നയിക്കുന്നത് എന്ന് കാണാൻ ഇതേപോലത്തെ ഒരു ഡൗട്ട് ആർക്കുണ്ടായിരുന്നു? നാരദ മഹർഷിക്ക് ഉണ്ടായിരുന്നു. സാർ കേൾക്കുന്നുണ്ടോ? നാരദ മഹർഷിക്ക് ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. 16,108 ഭാര്യമാരെന്നൊക്കെ പറയുന്നു. 16,108 ഭാര്യമാര് കൃഷ്ണൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് കാണാനുള്ള ഒരു ക്യൂരിയസിറ്റി ആർക്കുണ്ടായിരുന്നു? നാരദനുണ്ടായിരുന്നു. അപ്പൊ നാരദൻ ദ്വാരകാധാമിലേക്ക് പോവുകയും ഈ ലീല കാണാൻ വേണ്ടി എന്താണ് ഓരോ കൊട്ടാരത്തിനും നടക്കുന്നതെന്ന് എത്തി നോക്കാൻ വേണ്ടി ഓരോ കൊട്ടാരത്തിനും പോയപ്പോൾ ഓരോ കൊട്ടാരത്തിലും കൃഷ്ണൻ അതേ സമയത്ത് ഓരോ ഭാര്യമാരുടെ കൂടെയും അസോസിയേറ്റ് ചെയ്ത് ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ചില സ്ഥലത്ത് ഭാര്യയുടെ കൂടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു, കുറെ സമയത്ത് ഭാര്യയുടെ കൂടെ ഭാര്യ ചെന്ന് ജോലിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചില സ്ഥലത്ത് അങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്ത് 16,108 കൊട്ടാരത്തിൽ പോയപ്പോൾ 16,108 ഭാര്യമാരുടെ ഒത്തും ഒരുപോലെ ഒരേ സമയത്ത് ഒരു സെക്കൻഡ് പോലും മാറാതെ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി രാജധാനിയിൽ എത്തുമ്പോൾ ഒറ്റ കൃഷ്ണനേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അത് 16,108 തിരിഞ്ഞ് 16,108 വീട്ടിലും കയറി പോകും എന്നത് ആര് കണ്ടു? നാരദൻ കണ്ടു എന്ന് ഭാഗവതത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16,108 എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഭാഗവതവശാൽ വന്നു.
108. അതെ. അല്ല, മഹാലക്ഷ്മിയുടെ വിസ്തരണങ്ങളാണ് ഈ 16,108 അതായത് ഈ ലോകത്തിൽ ഒരേ ഒരാളെ യഥാർത്ഥമായിട്ടുള്ളൂ, അത് കൃഷ്ണൻ മാത്രമാണ്. ബാക്കിയുള്ള സകല ആൾക്കാരും വന്നത് ഭഗവാനിൽ നിന്നുമാണ്. ഈവൻ രാധാറാണിയോടുള്ള കൃഷ്ണന്റെ പ്രേമം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിനോട് നമ്മൾ കാണിക്കുന്ന മമത മാത്രമാണ്. അല്ലാതെ രാധാറാണിക്ക് കൃഷ്ണനെ മാറ്റി നിർത്തിയുള്ള ഒരു വ്യക്തിത്വം ഇല്ല. അപ്പൊ കൃഷ്ണന് രാധയോട് തോന്നുന്ന പ്രേമം നമുക്കൊരു സാധാരണ ഒരു സ്ത്രീയോട് തോന്നുന്ന പ്രേമമല്ല. കൃഷ്ണനോട് രാധയോട് തോന്നുന്ന പ്രേമം സ്വന്തം കൃഷ്ണനോട് തോന്നുന്ന ഒരു ഇതേ ഉള്ളൂ. കാരണം രാധാറാണി വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ്? കൃഷ്ണനിൽ നിന്നുമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ഓപ്പോസിറ്റ് സെക്സ് കാണുമ്പോൾ ഉള്ള അട്രാക്ഷൻ അല്ല രാധയ്ക്കും കൃഷ്ണനും ഉള്ളത്. കാരണം കൃഷ്ണന്റെ സ്വത്താണ് രാധ. രാധ എന്നുള്ളത് കൃഷ്ണനിൽ നിന്ന് വന്ന ആള് തന്നെയാണ്. അപ്പൊ അതുപോലെ ഈ 33 ദേവന്മാരും കൃഷ്ണന്റെ അംശമാണ്. അതേപോലെ തന്നെ 16,108 ദേവിമാരും ആരുടെ അംശമാണ്? കൃഷ്ണന്റെ തന്നെ അംശമാണ്. ആ കൃഷ്ണന്റെ അംശത്തിൽ ആദ്യം കൃഷ്ണന്റെ അംശമായി വരുന്ന രാധാറാണിയിൽ നിന്നുമാണ് 33 ദേവന്മാരും അതേപോലെ തന്നെ ഈ 16,108 ഭാര്യമാരൊക്കെ വിസ്തരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഒരു മെഴുകുതിരിയിൽ നിന്നും കത്തിച്ച് 1000 മെഴുകുതിരി കത്തിക്കുന്നത് പോലെ ആവുന്നുള്ളൂ ഈ ഓരോരുത്തരും. ഓരോ ദേവിമാരും ഭാഗ്യദേവതമാരാണ്. മഹാലക്ഷ്മിയാണ് ഇവരെല്ലാം. ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നത് രാധാറാണിയും മഹാലക്ഷ്മി വ്യത്യസ്തമല്ല, രണ്ടുപേരും ഒരാൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കൂടിയും ഇതൊരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥമായിട്ട് നടന്ന സംഭവം തന്നെയാണ്. വൃന്ദാവന ധാമിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാദങ്ങൾ അമർത്തി നടന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാദത്തിലുള്ള വരകളെല്ലാം വൃന്ദാവന ധാമിൽ പതിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സങ്കല്പമാണോ? അല്ല, അതൊരു സത്യമാണ്. എന്നതുപോലെ തന്നെ സത്യമാണ് 16,108 കൊട്ടാരമുണ്ടായിരുന്നു, 16,108 ഭാര്യമാരുണ്ടായിരുന്നു, 16,108 ഭാര്യമാരിൽ ഓരോ ഭാര്യമാരിലും 10 സന്തതികൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. എല്ലാം ഭാഗവത്തിൽ നടന്ന കഥയായിട്ടും നടന്ന സംഭവമായിട്ടും തന്നെയാണ് പറയുന്നത്. ഇതൊരു സങ്കല്പമല്ല. അതിന്റെ തെളിവായിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ദർശനം ചെയ്യണം. അപ്പൊ ഈ ഓരോ ലീല നടന്ന സ്ഥലവും ഇപ്പോഴും ഇവിടെ കാണാം. ഇത് യഥാർത്ഥത്തില് ആധ്യാത്മിക ലോകത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ. യഥാർത്ഥ വൃന്ദാവനം ആധ്യാത്മിക ലോകത്തുണ്ട്. അതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതരിച്ചത് കൊണ്ട് ആ വൃന്ദാവന ധാമവും താഴോട്ട് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളതല്ല യഥാർത്ഥ വൃന്ദാവനം. യഥാർത്ഥ വൃന്ദാവനം ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തുള്ള വൈകുണ്ഠ ലോകത്തിന്റെ നടുക്കുള്ള ഗോലോക വൃന്ദാവനം. അവിടെ ഭഗവാൻ അവതരിച്ചപ്പോൾ അവിടെ ഉള്ളതുപോലെ ഭഗവാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ആ ധാമവും ഇവിടെ അവതരിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ ഇദ്ദേഹം വരും, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ കാർ ഉപയോഗിക്കില്ല. അവിടെ പകരം അമേരിക്കൻ കാർ ഇവിടെ വരും. ആ കാറിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. എന്നതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൗതിക ലോകത്തിലേക്ക് അവതരിക്കുമ്പോൾ ആധ്യാത്മിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകവും ഇങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്ന ലോകമാണ് വൃന്ദാവനധാമം, ദ്വാരകാധാമം, അയോധ്യ, ജഗന്നാഥപുരി. ഇതെല്ലാം ആധ്യാത്മിക ലോകത്തുള്ളത് താഴോട്ട് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിനെ നമ്മൾ ധാമം എന്ന് വിളിക്കുന്നത്. ആ ധാമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ ലീല നടന്ന സ്ഥലവും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് കുരുക്ഷേത്രം യുദ്ധം നടന്ന സ്ഥലം അല്ലെ. കുരുക്ഷേത്ര യുദ്ധക്കളത്തില് കർണന്റെ ടയർ പഞ്ചറായല്ലോ, ആ സ്ഥലം അവിടെ ഉണ്ട്, കാണാൻ പറ്റും. അതേപോലെ തന്നെ ഭീഷ്മദേവൻ സരശയിൽ കിടന്നില്ലേ, ആ സ്ഥലം അവിടെ കാണാൻ പറ്റും. ഗീതോപദേശം ഉപദേശിച്ചല്ലോ, ആ സ്ഥലം അവിടെ കാണാൻ പറ്റും. ഹരിയാനയിലാണ് കുരുക്ഷേത്രം. അവിടെ ആണ് അത് ഗീതോപദേശം നടന്ന സ്ഥലമുള്ളത്. അവിടെ ആ ഗീതോപദേശം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന മരത്തിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പൊ അവിടെ ഉണ്ട്. എന്നതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ നടന്ന കഥകളാണ്. നടന്ന കഥ അല്ല എങ്കിൽ കൃത്രിമമായിട്ട് ഇതൊന്നും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രനും വാനരന്മാരും ഉണ്ടാക്കി എന്ന് പറയുന്നു. നമുക്ക് ഇതൊക്കെ സങ്കല്പിക കഥകളായിരുന്നു അല്ലെ. എന്നാൽ നാസ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും വിശാഖപട്ടണത്തിന് അടുത്ത് നിന്നും താഴോട്ട് കടലിനടി എന്തുണ്ട്, ഒരു കണക്ഷൻ, ഒരു കര പോലത്തെ ഒരു കണക്ഷൻ നേരിട്ട് ഏതോ ഒരു കണക്ട് ആവുന്നുണ്ട്, ശ്രീലങ്കയുമായിട്ട് കണക്ട് ആവുന്നുണ്ടെന്ന് കോട്ടം കടക്കാൻ രാമേശ്വരത്തിന്റെ കുറച്ച് അപ്പുറത്ത് നിന്നുമാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ഇത് വന്നതിന് ശേഷം നമുക്ക് ആ മഹാഭാരത രാമായണ കഥയായിട്ട് ഇത് മാച്ചിങ് ആവുന്നുണ്ട്. സാർ മനസ്സിലായി? അപ്പൊ ഇതേപോലെ മാച്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഒരു സാങ്കല്പിക കഥകളാണെന്നുള്ളത് മാറി ഉള്ളിൽ തട്ടത്തുള്ളൂ. കൃഷ്ണൻ ഇവിടെ അവതരിച്ചിരുന്നു, അദ്ദേഹം പാദസ്പർശനം ചെയ്തു. ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് പ്യുവർലി നമ്മുടെ മഹാഭാരത കഥയിൽ ദ്വാരക വർണ്ണന, ഭാഗവത്തിലുള്ള ദ്വാരക വർണ്ണനയായിട്ട് കറക്റ്റ് മാച്ചിങ് ആണ്.
5000 വർഷങ്ങൾക്ക് മുമ്പുള്ള അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കടോൽക്കജന്റെ ആണ് പറയപ്പെടുന്ന അത്രയും. ഇന്നത്തെ ആൾക്കാർക്ക് 6 അടി പൊക്കമല്ലേ ഉള്ളൂ. അന്നത്തെ ആൾക്കാർക്ക് 18 അടി 24 അടി പൊക്കം ഉണ്ടായിരുന്നു. അത്രയും പൊക്കത്തിലുള്ള മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഫേസ്ബുക്കിൽ വന്ന ഫോട്ടോ അടക്കം എൻ്റെ ഉണ്ട്. അതുപോലെ വലിയ ഒരു വാളെന്ന് പറയുമ്പോൾ ഒരു 10 പേരുടെ പൊക്കത്തിലുള്ള ഒരു വാൾ. 10 പേരുടെ പൊക്കത്തിലുള്ള വാളെന്ന് പറയുമ്പോൾ അതിനേക്കാളും പൊക്കത്തിൽ ആരോഗ്യത്തിലുള്ള മനുഷ്യനുണ്ടായിരുന്നതാണ്. ആ വാള് ഭൂമിക്കകത്ത് നിന്ന് കുഴിച്ചെടുത്തിരിക്കുന്നു. കടോൽ ഗജൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എവിഡൻസസ് ഇന്ന് അവൈലബിൾ ആണ്. ദ്വാരകാധാമം എന്നുള്ള സാങ്കല്പിക കഥയല്ല. അത് ദ്വാരക ഭഗവാൻ തിരിച്ചു പോയപ്പോൾ ദ്വാരക കംപ്ലീറ്റ് കടലിലാക്കിയിട്ടാണ് പോയത്. അപ്പൊ ആ കടലിനകത്ത് ഇതെല്ലാം കണ്ടെത്തിയിരിക്കും. ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇതെല്ലാം എവിഡൻസോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. കുരുക്ഷേത്രത്തിൽ ഒരു മ്യൂസിയം ഉണ്ട്, കൃഷ്ണ മ്യൂസിയം എന്നാണ് അതിന്റെ പേര്. അതിന് കൃഷ്ണൻ ഇവിടെ അവതരിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാകുന്ന ഒരുപാട് രേഖകളും ഫലകങ്ങളും മെറ്റീരിയൽസും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ സാറേ? അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ നടന്ന സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഭക്തിയിൽ ഉറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളെല്ലാം ഒരു യാത്രയും കൂടെ ചെയ്യണം. ഇപ്പൊ ഞാനൊക്കെ ഇപ്പോൾ ദ്വാരക ഡാമിൽ പോയിട്ട് വന്നു. അല്ല, ദ്വാരക ഡാമല്ല, ജഗന്നാഥപുരി ഡാമിൽ പോയിട്ട് വന്നു. അതിനുശേഷം മായപ്പൂർ ഡാമിലൊക്കെ പോയിട്ട് വന്നു. അപ്പൊ അവിടെ എല്ലാം ഓരോ ലീലകൾ, ഫാസ്റ്റ് ടൈംസ് എന്നാണ് പറയുന്നത്, ലീലകൾ എന്ന് പറഞ്ഞ സ്ഥലത്തും പോയി നമ്മുടെ ഭക്തന്മാര് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നമ്മളിവിടെ പോകുമ്പോൾ ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇരുന്ന് നമുക്കൊരു ക്ലാസ് ആണ്. ഇവിടെ ഇരുന്നിട്ട് ഉടനെ ക്ലാസ് ആണ്. ഈ സ്ഥലത്ത് ഇരുന്നാണ് കൃഷ്ണൻ ഉപദേശിച്ചത്, ഇന്ന സ്ഥലത്ത് ഇരുന്നാണ് ഇത് ഭീഷ്മദേവൻ ശരശയിൽ കടന്നത് എന്നൊക്കെ നമ്മൾ അവിടെ പോയി അവിടെ ക്ലാസ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ തലച്ചോറ് കൊണ്ട് മാത്രം ഇത്രയും സ്ഥലം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ വീട്ടിനകത്ത് നമ്മുടെ അധികാരപരിധിയുള്ള സ്ഥലത്ത് മാത്രമല്ലേ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ലോകം മുഴുവനും ലീല നടന്നിട്ടുണ്ട്. ആ ലോകം മുഴുവനും പോയി കൃത്രിമമായിട്ട് ലീല ഉണ്ടാക്കിയ സ്ഥലം സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പാലം മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ? സാറെ മനസ്സിലായില്ലേ? അത് ആൾറെഡി നാസ കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, എന്നാൽ വാനരന്മാരുണ്ടാക്കിയതാണ്. അതിന്റെ കാലപ്പഴക്കം നോക്കുമ്പോൾ ഇന്നൊന്നേ ഉണ്ടാക്കിയതല്ല. ഒരു മനുഷ്യൻ ബുദ്ധിപൂർവ്വം കൃത്യമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അയാളുടെ കാലഘട്ടത്തിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതിന് മുമ്പേ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ എവിഡൻസസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ശ്രീരാമചന്ദ്രൻ വനവാസത്തിൽ പോയപ്പോൾ ഓരോ കാലത്തും താമസിച്ച സ്ഥലങ്ങളെല്ലാം ഇന്നും അവൈലബിൾ ആണ്. നമ്മുടെ ഇദ്ദേഹം നമ്മുടെ ശ്രീരാമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടി പറവയുണ്ടല്ലോ, പറവയുടെ പേരെന്താ? ജഡായു രാവണനെ അറ്റാക്ക് ചെയ്ത സ്ഥലവും അദ്ദേഹം മരിക്കാൻ കിടന്ന സ്ഥലവും ഇന്നും അവൈലബിൾ ആണ്. പഞ്ചവടി എന്നുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇന്നും രാമായണത്തിൽ എന്തെല്ലാം സ്ഥലം പറയുന്നു അതെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ്. മഹാഭാരതത്തിൽ എന്തെല്ലാം സ്ഥലങ്ങൾ പറയുന്നു അതെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ്. അതെല്ലാം നടന്ന സ്ഥലങ്ങളും നമുക്ക് കാണാം. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ സാങ്കല്പിക കഥകളാണ്? ഇതെല്ലാം നടന്ന സംഭവം, ഇതെല്ലാം ചരിത്ര രേഖകളാണ്. ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സർപ്പിക്കുകയാണെങ്കിൽ കണ്ണും അടച്ച് അതിനെ വിശ്വസിക്കാം. കാരണം അതൊരിക്കലും നമ്മളെ വഴിതെറ്റിക്കത്തില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് 2 തെളിവായിട്ട് ഞാൻ പറയുന്നത്, ഒന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ഗുരു സാധു ശാസ്ത്രം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. ഏതൊരു കാര്യവും നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഈ 3 കാര്യവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്ന് ഗുരു, നമുക്ക് പറഞ്ഞു തരുന്ന ആള് ഗുരു. 2, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണോ? അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറഞ്ഞ് കൃഷ്ണൻ മുതൽ താഴോട്ടുള്ള ഏതെങ്കിലും ഗുരുശിഷ്യ പരമ്പരയിലുള്ള എല്ലാവരും ഇത് തന്നെയാണോ പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് സാധു എന്ന് പറയുന്നത്. പിന്നെ ഇവർ സ്വന്തമായിട്ട് ഇത് 2 പറഞ്ഞാൽ പോരാ, ഇവർ ശാസ്ത്രത്തിൽ കോട്ട് ചെയ്ത് സംസാരിക്കാം. ഭഗവത്ഗീതയിൽ ഇത്രാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ഇത്രാം അധ്യായത്തിൽ ഇത്രാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നും കൂടെ കോട്ട് ചെയ്താൽ മാത്രമേ അതിന് ആധികാരികത വരുള്ളൂ. ഈ 3 ഒരേ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് അത് ഫോളോ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 ഒരേപോലെ പറയുന്ന കാര്യങ്ങളിൽ ഇതാണ്. ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ കഥകളെല്ലാം സാങ്കല്പിക കഥകളല്ല, ഇതൊരു സത്യമായ കഥകളാണ്. ഇപ്പോ ഹിന്ദു ഭഗവത്ഗീത എന്നൊക്കെ വാക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഈശ്വര സങ്കല്പത്തിൽ എന്ന് പറയും. ആ വാക്ക് തന്നെ തെറ്റാണ്. ഈശ്വരൻ ഒരു സങ്കല്പമല്ല, ഈശ്വരൻ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ക്ലാസ് എടുക്കുന്ന പല ആൾക്കാരും ഈശ്വര സങ്കല്പം എന്നൊക്കെയാണ് പറയുന്നത്. ഈശ്വര സങ്കല്പമല്ല, ഈശ്വരൻ ഒരു യാഥാർത്ഥ്യമാണ് എന്നതുപോലെ ഈ സ്ഥലങ്ങളും യാഥാർത്ഥ്യം, ഈ കഥകളും യാഥാർത്ഥ്യമാണ്, ഈ സംഭവങ്ങളും യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭഗവത്ഗീത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഭൂഗോളം എന്നാണ്. ഭൂമി എന്താണ്? ഗോളം എന്ന് പറഞ്ഞാൽ ഉരുണ്ടതെന്നല്ലേ? കുറെ കാലഘട്ടം മുമ്പ് വരെ അത് പരന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സപ്തദീപ, ഭൂമി ഒരു ഗോളമാണ്. അത് സപ്തദീപങ്ങളാൽ അലങ്കൃതമാണ്. 7 ഐലൻഡ് ഉണ്ട് അല്ലെ, വൻകരകളുണ്ട്. ഏതൊക്കെ? ഏഷ്യ,
യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, എന്താ ഓസ്ട്രേലിയ എന്നിങ്ങനെ 7 എണ്ണം ചേർന്നതാണ് എന്ന് നമ്മളിപ്പോ പഠിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭൂഗോളമാണെന്നും സപ്തദ്വീപങ്ങളാൽ അലങ്കൃതമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പോഴല്ലേ അവര് സമ്മതിച്ചത്? നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയിട്ടുണ്ടല്ലോ. ചൊവ്വയുടെ നിറം ചുമപ്പാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിപ്പോഴല്ലേ കണ്ടുപിടിച്ചത് ചൊവ്വയുടെ നിറം ചുമപ്പാണെന്ന്? ശരിയല്ലേ? പിന്നെ പറയുന്നത് മനുഷ്യന് എന്താ ജീവജാലങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്, എല്ലാ ഗ്രഹങ്ങളിലും ജീവജാലമുണ്ട്. ഈവൻ എവിടെ സൂര്യനിൽ വരെ ജീവജാലങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നു ചൂടാക്കിയ എല്ലാ അണുക്കളും നശിക്കുന്നതാണ്. ഇപ്പോൾ എത്ര ചൂടാക്കിയാലും നശിക്കാത്ത ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുന്നു. അതോടുകൂടി ഒരു ശാസ്ത്രജ്ഞന്മാർ വന്നിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബാക്ടീരിയ എവിടെയും ഉണ്ടാവും, സൂര്യനിലും ഉണ്ടാകാമല്ലോ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് നമ്മുടെ ശരീരഘടന അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ജീവനുണ്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തം വിഡ്ഢിത്തമാണ്. കാരണം ഈ ഭൂമിയിൽ തന്നെ ജലത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റുമോ ഈ ശരീരം കൊണ്ട്? എന്നാൽ ജലത്തിൽ ജീവജാലങ്ങളെ ഇല്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളില്ലേ? അങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ടും അവരോട് മിക്സായി അവരോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ശാരീരിക ഘടനയോടുള്ള ജീവികൾ എല്ലായിടത്തുമുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. ഇതാണ് പഞ്ചഭൂതം. ഈ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ഭൂമിക്കാണ്. എന്നുവെച്ചാൽ മണ്ണിനാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവികളെല്ലാം ഇവിടെ ജീവിക്കും. എന്നാൽ വായുമണ്ഡലം എന്ന് പറഞ്ഞൊരു മണ്ഡലം, അവിടെ വായുവായിട്ട് കൂടുതൽ മിക്സ് ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ശരീരം അനുസരിച്ച് ജീവജാലങ്ങൾ അവിടെയുണ്ട്. അവിടെ അങ്ങനത്തെ ജീവികളാണ് ഉള്ളത്. ആ ജീവികൾ ഭൂമിയിലെല്ലാം മരിച്ചു പോകും. അതിൽ ഭൂമിയിലുള്ള ആൾക്കാർ ആ വായുവിന് ശക്തി കൂടിയ സ്ഥലത്ത് എത്തിയാൽ അവിടെ ജീവിക്കാൻ ഈ ശരീരം കൊണ്ട് പറ്റൂല. എന്നതുപോലെ അഗ്നിക്ക് പ്രാധാന്യമുള്ള സ്ഥലത്ത് ജീവിക്കാൻ, അഗ്നിയുടെ കൂടെ മിക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ശരീരഘടനയോടുകൂടിയുള്ള ജീവികൾ അധിവസിക്കും. അവരാണ് എവിടെ ജീവിക്കുന്നത്? സൂര്യനിൽ ജീവിക്കുന്നത്. ആകാശമായിട്ട് മിക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ശരീരഘടനയോടുള്ള ആൾക്കാർ ആകാശത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലത്ത് ജീവിക്കും. ജലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഗ്രഹങ്ങളിൽ ജലത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ശരീരഘടനയോടുകൂടിയുള്ള ജീവികൾ അവിടെ ജീവിക്കും. മീനിന്റെ ശരീരഘടന ജലത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ്. മനുഷ്യന്റെ ശരീരഘടന കരയിൽ ജീവിക്കാൻ പറ്റുന്ന, മണ്ണിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എന്നതുപോലെ അഗ്നിയിൽ ജീവിക്കാൻ പറ്റുന്ന ശരീരഘടനയിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അത് ഇപ്പോഴാണ് ആര് സമ്മതിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ സമ്മതിച്ചിരിക്കുന്നത്. എന്നതുപോലെ ആ പൗരുഷയം നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആ പൗരുഷയമാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല. മനുഷ്യനുണ്ടാക്കിയത് മാത്രമേ തെറ്റുകുറ്റങ്ങൾ വരത്തുള്ളൂ. ഭഗവാൻ ഉണ്ടാക്കിയതിന് ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് ഫോളോ ചെയ്യാം. ഉദാഹരണത്തിന് ചാണകം എന്ന് പറയുന്നത് ഒരു ജീവിയുടെ മലമാണ്, ശരിയല്ലേ? മലത്തിൽ തൊട്ടാൽ നമ്മൾ ശുദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യണം? കുളിക്കണം, അല്ലെ? എന്നാൽ ശുദ്ധി വരുത്താൻ ചാണകവെള്ളം തളിക്കാറില്ലേ? എന്തുകൊണ്ട്? ശാസ്ത്രത്തിൽ പറയുന്നത്, ശാസ്ത്രം പശുവിന്റെ ചാണകം എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണ ജീവികളുടെ മലം പോലെ അല്ല, അത് ശുദ്ധികർമ്മത്തിന് ഉപയോഗിക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ഫോളോ ചെയ്യുന്നത്. അതേപോലെ മരണത്തിന് പോയ അസ്ഥിയിൽ തൊട്ടാൽ കുളിക്കണം, എങ്കിലും ശുദ്ധിയാകാൻ പറ്റും, അല്ലെ? ശംഖ് എന്നുള്ളത് ക്ഷേത്രത്തിൽ ഊതും, ശംഖ് ഊതിയിട്ടാണ് പൂജ ചെയ്യുന്നത്, ശംഖ് വെച്ചാണ് പൂജ ചെയ്യുന്നത്. അതൊരു അസ്ഥിയല്ലേ, ഒരു ജീവിയുടെ അസ്ഥിയല്ലേ? എന്തുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നു? അത് ശാസ്ത്രത്തിൽ അത് അനുവദനീയമാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത് നമ്മൾ ഫോളോ ചെയ്താൽ ഒരിക്കലും നമ്മൾ വഴി തെറ്റിക്കത്തില്ല എന്നതിന്റെ തെളിവാണ് ഈ പറഞ്ഞ നിസ്സാര 2-3 കാര്യങ്ങൾ. ഇതേപോലെ വലിയ വലിയ കാര്യങ്ങൾക്കും നമ്മൾ കണ്ണടച്ച് ആരെ വിശ്വസിക്കാം? ശാസ്ത്രത്തിന് വിശ്വസിക്കാം. ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവത്ഗീത, ഭാഗവത ഇത്യാദി ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതിൽ പറയുന്നതെല്ലാം നമ്മുടെ മനുഷ്യനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനേ ഉപകാരപ്പെടുത്തുള്ളൂ, ഒരിക്കലും താഴ്ത്താനല്ല. പക്ഷെ അത് ശരിയായ ഗുരുവിൽ നിന്നും കേൾക്കണം എന്നുള്ളത്. ഗുരുവിൽ നിന്നും അല്ല മഹാഭാരതം കേട്ടത് എങ്കിൽ നമ്മൾ ഉടനെ ആരുടെ അസോസിയേഷൻ പ്രസിഡന്റായി മാറും? ദുര്യോധന അസോസിയേഷൻ പ്രസിഡന്റായി മാറും. നമുക്ക് അവിടുത്തെ ഹീറോ മഹാഭാരതം വായിച്ചപ്പോൾ ദുര്യോധനാണ് കൊള്ളാമെന്നും അല്ലെങ്കിൽ കർണനാണ് കൊള്ളാമെന്നും തോന്നിപ്പോകും. കാരണം ശരിയായ ഗുരു അല്ല അത് എക്സ്പ്ലെയിൻ ചെയ്തു. പാലാണെങ്കിലും പാമ്പ് തൊട്ട് കഴിഞ്ഞാൽ പാല് വിഷമായി മാറും. പാലാണ്, പക്ഷെ തൊട്ടതാരാണ്? പാമ്പാണ്. അതുകൊണ്ട് ഇനി ആ പാല് കുടിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് പോലെ മഹാഭാരതം, രാമായണം ഇത്യാദി ഗ്രന്ഥങ്ങളെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും അതൊരു ദുഷ്ടനാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിൽ വിഷമുണ്ടാകും. അതുകൊണ്ട് ശരിയായ ഗുരുവിൽ നിന്ന് വേണം നമ്മൾ ഇതെല്ലാം കേൾക്കാൻ, എങ്കിൽ അതിന്റെ കറക്റ്റ് അർത്ഥം നമുക്ക് കിട്ടും. ഇല്ല എങ്കിൽ നമ്മൾ വഴി തെറ്റിക്കപ്പെടും. മനസ്സിലായി? അതേപോലെ രാമായണം നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ഗുരുവിൽ നിന്ന് കേട്ടില്ല എങ്കിൽ നമ്മൾ രാമനെക്കാളും നല്ലവനെന്ന് പറയത്തുള്ളൂ. സാർ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരാണ്. അദ്ദേഹമാണ്.
ഇദ്ദേഹം വരുന്നത് ആധികാരികമായ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നുമാണ്. ആധികാരികമായ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുമ്പോൾ കൃഷ്ണൻ മുതൽ തുടങ്ങിയുള്ള ഗുരുശിഷ്യ പരമ്പര. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, മധ്വാചാര്യർ, ചൈതന്യ മഹാപ്രഭു, ആ പരമ്പരയിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് കണ്ണിയാണ് ശ്രീല പ്രഭുപാദ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നുമാണ് നമ്മളെല്ലാം ദീക്ഷ എടുക്കുന്നത്. അപ്പൊ കൃഷ്ണൻ മുതൽ തുടങ്ങിയുള്ള ഒരു ഗുരുശിഷ്യ പരമ്പര ഇവിടെ അവകാശപ്പെടാനുണ്ട്. ഇതിനെയാണ് ഗുരുശിഷ്യ പരമ്പര, സാധുക്കൾ എന്ന് പറയും. അപ്പൊ ഇടമുറിയാതെയുള്ള വൈദ്യുതി കമ്പി വൈദ്യുതി എത്തിക്കൂലേ? എന്നാൽ ഇടം മുറിഞ്ഞു പോയ വൈദ്യുതി കമ്പിയിൽ കമ്പിയെ കാണത്തുള്ളൂ, വൈദ്യുതി കാണത്തുള്ളൂ. എന്നതുപോലെ കൃഷ്ണൻ മുതൽ തുടങ്ങിയ ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമ്മൾ ഭഗവത്ഗീത ജ്ഞാനം സ്വീകരിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇടമുറിയാതെയുള്ള ഒരു വൈദ്യുതി കമ്പിയുണ്ട്, അതുകൊണ്ട് കറണ്ടും അതിനകത്തുണ്ട്. എന്നാൽ ഇത് ഇടയിലെ ഗുരുശിഷ്യ പരമ്പരയിൽ അംഗമാവാത്ത ആളാണ് ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്, കൃഷ്ണനിൽ നിന്ന് വരുന്ന അഭിപ്രായം അല്ല. മനസ്സിലായി സാറിന്? അപ്പൊ നമ്മൾ ഭഗവത്ഗീത എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവതാരികയുടെ അവസാനം നമ്മൾ ഏത് ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മ, മധ്വ, ഗൗഡീയ, വൈഷ്ണവ സമ്പ്രദായം. ഇതായിരിക്കും. ഞാൻ വായിക്കാം. ഈ കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മധ്വാചാര്യർ, പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ എന്നിങ്ങനെ തുടങ്ങി 32 പരമ്പര പ്രധാനപ്പെട്ട ഗുരുക്കന്മാരുടെ ലിസ്റ്റും കൊടുത്തിട്ട് ഏറ്റവും അവസാനത്തെ പേരായ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ് ഇദ്ദേഹത്തിന്റെ പേര് കൊടുത്തത്. അപ്പൊ നമ്മൾ വരുന്നത് പത്മപുരാണം അനുസരിച്ച് പ്രധാനമായിട്ട് 4 പ്രധാനപ്പെട്ട ഗുരുശിഷ്യ പരമ്പര ഉണ്ട്, സമ്പ്രദായം എന്ന് പറയും. അത് ഒന്ന് ബ്രഹ്മ സമ്പ്രദായം, ഒന്ന് രുദ്ര സമ്പ്രദായം, ഒന്ന് ശ്രീ സമ്പ്രദായം, ഒന്ന് കുമാര സമ്പ്രദായം. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുമാരന്മാർ സനക, സനാതന, സനന്ദന, സനൽകുമാര മഹർഷിമാർക്ക് ഈ ഭഗവത്ഗീത ഞാൻ ഉപദേശിച്ചു. അവരുടെ താഴെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചതാണ് കുമാര സമ്പ്രദായം എന്ന് പറയുന്നത്. അതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിവഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു, ശിവഭഗവാൻ പാർവതിക്കും അതിന് താഴെയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ പരമ്പരയുടെ പേരാണ് രുദ്ര സമ്പ്രദായം. അതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാലക്ഷ്മിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും മഹാലക്ഷ്മി താഴെ പരമ്പരയായ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെയാണ് അയ്യങ്കാർ അറിയാൽ, അയ്യങ്കാർ. അതാണ് ശ്രീ സമ്പ്രദായം എന്ന് പറയുന്നത്. നടക്കൊരു ചുവന്ന കുറിയും കൂടെ കാണും. അതേപോലെ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്ത് ബ്രഹ്മാവ്, നാരദ, അങ്ങനെ വരുന്ന പരമ്പരയുടെ പേരാണ് ബ്രഹ്മ സമ്പ്രദായം. നമ്മളൊക്കെ വരുന്നത് ബ്രഹ്മ സമ്പ്രദായത്തിലാണ്. ബ്രഹ്മാവ് മുതൽ, നാരദൻ മുതൽ, മധ്വാചാര്യൻ മുതൽ, ചൈതന്യ മഹാപ്രഭു മുതൽ, ശ്രീല പ്രഭുപാദർ വരുന്ന ഈ പരമ്പര. അപ്പൊ ഈ 4 പരമ്പരയിൽ ഏത് പരമ്പരയിൽ നിന്നും നമുക്ക് ഭഗവത്ഗീത ജ്ഞാനം സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ ആധികാരികമായ ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്നവരാണ്. ഈ ഭാഷ്യവും ഇടമുറിയാതെയുള്ളൊരു വൈദ്യുതി കമ്പി വൈദ്യുതി എത്തിക്കുന്നത് പോലെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പടി നമ്മൾ താഴെ പറഞ്ഞു കൊടുത്തു വന്നതാണ്. മൊത്തം 2 തരം പരമ്പര സിസ്റ്റം ഉണ്ട്. ഒന്ന് രാജഋഷി പരമ്പരയും ഒന്ന് ഗുരുശിഷ്യ പരമ്പര. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് രാജഋഷി പരമ്പര. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യം സൂര്യദേവനെ ഉപദേശിച്ചു, വിവസ്വാൻ എന്നുള്ള സൂര്യദേവനെ ഉപദേശിച്ചു. സൂര്യദേവൻ അദ്ദേഹത്തിന്റെ മകനായ ഋഷ്യാഗുവിനും മനുവിനും, മനു അദ്ദേഹത്തിന്റെ പുത്രനായ ഋഷ്വാഗുവിനും ഉപദേശിച്ചു. ഇവരെല്ലാം ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ആൾക്കാർ. എന്നാൽ കാലക്രമേണ ഇത് അടുത്തടുത്ത രാജാവും മകന് പറഞ്ഞു കൊടുക്കാതെ ആയപ്പോൾ അത് ആ ഇടം മുറിഞ്ഞു പോയി. എന്നിട്ടും ഗീത ഞാൻ ഈ ലോകത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും ഈ ഉപദേശം നൽകുന്നു എന്നാണ് പറയുന്നത്. അത് രാജഋഷി പരമ്പര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. എന്നാൽ എല്ലാ കാലത്തും ഇടമുറിയാതെ കലിയുഗത്തിലും നിലനിൽക്കുന്ന ഒരു പരമ്പരയാണ് ഗുരുശിഷ്യ പരമ്പര. ആ ഗുരുശിഷ്യ വഴിയുള്ള പരമ്പരയിലാണ് നമ്മളെല്ലാം വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അറിവ് സ്വീകരിക്കുമ്പോൾ ശരിയായ ആൾക്കാരിൽ നിന്നാണോ സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറബി ടീച്ചറിൽ നിന്ന് നമ്മൾ സംസ്കൃതം പഠിക്കാൻ പാടില്ല, സംസ്കൃത ടീച്ചറിൽ നിന്ന് അറബി പഠിക്കാൻ പാടില്ല. എന്നതുപോലെ ഭൗതികമായ പാണ്ഡിത്യങ്ങളുള്ള PhDയും IAS-ഉം IPS-ഉം ഒക്കെ ഉദ്യോഗസ്ഥന്മാരായ സയന്റിസ്റ്റുമാരായ ആൾക്കാർ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നല്ല നിലയിൽ നിന്ന് റിട്ടയർഡ് ആയ ആൾക്കാർക്കൊക്കെ ഭൗതികമായ അറിവേ ഉള്ളൂ, അല്ലെ? അവർ പഠിച്ച വിഷയം ആ വിഷയത്തിൽ മാത്രമാണ് അവർ എക്സ്പെർട്ട്. എന്നാൽ ആധ്യാത്മിക വിഷയങ്ങൾ എന്ന് പറയുന്നത് അതൊരു വേറെ മേഖലയാണ്. അപ്പൊ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഈ വിദ്യ പഠിക്കാവൂ. മനസ്സിലായി സാർ? അപ്പൊ നമുക്കൊരു വിദ്യാഭ്യാസം ഒരാൾ നൽകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വിഷയത്തിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു ഗുരു അയാൾക്കുണ്ടായിരിക്കണം. അയാൾക്ക് ആ വിഷയത്തിനെ കുറിച്ച് പഠിപ്പിച്ച ഗുരു ഇല്ലാതെ ഇരിക്കുമ്പോൾ അയാൾ ആ വിഷയത്തിനെ നമുക്ക് പഠിപ്പിക്കാൻ നമ്മൾ അയാൾ യോഗ്യനാണ്. അതാണ് ഗുരുശിഷ്യ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളെ കുറിച്ച് നമുക്ക് ഒരാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വിഷയം പഠിപ്പിച്ച ആധികാരികമായ ഗുരു ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ശ്രീല പ്രഭുപാദർ അടക്കമുള്ള ഗുരു പരമ്പര വരുന്നത് ബ്രഹ്മ, മധ്വ, ഗൗഡീയ, വൈഷ്ണവ പരമ്പര അനുസരിച്ചുള്ള ഗുരുശിഷ്യ പരമ്പരയിലാണ് ഇസ്കോൺ എന്നുള്ള മഹത് പ്രസ്ഥാനം വരുന്നത്. അതുകൊണ്ട് ഇതൊരു സാധാരണ ഒരു ഓർഗനൈസേഷൻ അല്ല. ഇതൊരു ഗുരുശിഷ്യ പരമ്പരയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഏതാണ് ഹിന്ദു സംഘടനകൾ പലതും ഉണ്ടെങ്കിലും അവർക്കൊന്നും ഈ ഗുരുശിഷ്യ പരമ്പര അവകാശപ്പെടാനില്ല. അത്യാവശ്യം നന്നായി സംസാരിക്കുന്നവർ കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷെ അവർക്ക് മുകളിൽ ഒരു ഗുരു ഇല്ലാത്തിടത്തോളം കാലം ആധികാരികമായ ഒരു ഗുരുശിഷ്യ പരമ്പരാ സമ്പ്രദായം അവർക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഇത്രയും നല്ലൊരു പ്യുവർ വിദ്യാഭ്യാസം ശില പ്രഭാതന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ചെറിയ കാര്യമല്ല. കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് കൃഷ്ണനെ കുറിച്ചുള്ള ആധികാരികമായ പരമ്പരയിൽ നിന്നും ഒരു അറിവ് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യജന്മത്തിൽ വന്നത് മാത്രമല്ല, നമ്മൾ ഇത്രയും നല്ലൊരു ഗുരുവിന്റെ അടുത്ത് ശിലപ്രഭാന്റെ അടുത്ത് എത്തിച്ചേർന്നത് അതിനേക്കാളും വലിയ മഹാഭാഗ്യം കൂടിയാണെന്ന് ദയവായി മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. ഓക്കെ. ആ അതെ അതെ അതെ. ഒരു അച്ഛനെ പിടിച്ചപ്പോ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വന്നപ്പോ ഭഗവാനെ രക്ഷിച്ച് അവരെ കല്യാണം കഴിച്ച് കൂടെ നിർത്തി. കാരണം അവരെ പിന്നെ ആരും സ്വീകരിക്കുന്നില്ല, അവരുടെ വീട്ടുകാർ തിരിച്ചെടുക്കും. അപ്പൊ അവർ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നെ 16,000 ദേവിമാരെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ 16,100 കൃഷ്ണനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പൊ ഇന്നത്തേക്ക് ഒരുപാട് സമയമായി. നമ്മള് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദി. ഹരേ കൃഷ്ണ. നന്ദി. ഓൺലൈനിൽ വന്ന ഡോട്ടീസ് അവരുടെ ഫോൺ നമ്പർ നമ്മുടെ മെസ്സേജ് ആയിട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ വരാൻ വേണ്ടി നിങ്ങൾ ലിങ്ക് എവിടെ നിന്നാണോ എടുത്തത് അതിന് താഴെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അത് വെച്ച് ഇത് മുമ്പുള്ള ക്ലാസ്സും ഇനി വരാൻ പോകുന്ന ക്ലാസ്സിന്റെയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. റാണ ശിവാനന്ദൻ പ്രഭുവിന് നന്ദി. പ്രേമകുമാരൻ പ്രഭുവിനും നന്ദി. ഇന്നത്തെ ക്ലാസ്സിൽ വന്നതിന് വളരെ നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, गौर प्रमानंदे। हरि हरि बोल। हरे कृष्ण।